എന്താണ് ഈ അധ്യാസം ചുരുക്കി പറഞ്ഞാല്? അധ്യാസോ നാമ കോയം അധ്യാസ. എന്താ അധ്യാസം? परत्रावभासः। പരത്ര അഭ്യാസ. നമ്മൾ ഈ സ്ഥലത്ത് മറ്റു പല മതവും കൊണ്ടുവന്നിരുന്നു ഇതിലെ. ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മിഥുനീഭാവം. മിഥുനീഭാവം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു ചേർന്നിരിപ്പ്. ആരുടെയൊക്കെ? ഋതാനൃതങ്ങളുടെ. സത്യാനൃത വസ്തുക്കളുടെ. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? സത്യ വസ്തു അസംഭേദ. സത്യാനൃത വസ്തുക്കളുടെ സമ്മിശ്രണം എന്ന് വിവരണത്തെ പറഞ്ഞത് നമ്മൾ ഇവിടെ കുറച്ച് പറഞ്ഞിരുന്നു. സത്യസ്യ വസ്തുനഃ മിഥ്യാവസ്തു അസംഭേദ. സത്യവസ്തുവിനും മിഥ്യാവസ്തുവായിട്ടുള്ള താദാത്മ്യമാണ്. താദാത്മ്യമാണ് അധ്യാസം, അല്ലേ? അപ്പൊ താദാത്മ്യത്തിന് എന്താ അർത്ഥം? എന്താണ് താദാത്മ്യം? ഏകത്വം. ഏകത്വമാണ് ഇവിടുത്തെ താദാത്മ്യം. താദാത്മ്യം എന്ന് പറഞ്ഞാൽ ഏകത്വം. അത് എന്തിനാ അങ്ങനെ കൊണ്ടുവരുന്നത്? ഇത് സംഭവം പിടികിട്ടിയാലേ ഇതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതായത് രണ്ട് വസ്തുക്കള് ഏകരൂപത്തിൽ ഇരിക്കുമ്പോഴാണ് ഭേദം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. ഭേദം തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ അവിടെ അധ്യാസം നടക്കത്തില്ലായിരുന്നു. ഭേദം തിരിച്ചറിഞ്ഞ സ്ഥലത്ത് പിന്നെയും പഴയതുപോലെ കാണപ്പെടുന്നുണ്ട് എങ്കിൽ അത് സ്വാഭാവിക അധ്യാസം നടക്കുന്ന സ്ഥലത്ത് അധ്യാസം മാറിയ ശേഷമുള്ള അനുവൃത്തിയാണ്. അല്ലെങ്കിൽ അത് ഗൗണ സ്ഥലമായിരിക്കും. ഭേദം അറിഞ്ഞ ശേഷവും, അതായത് മമാത്മാ ഭദ്രസേന ഇത്യാദി സ്ഥലത്ത് എന്റെ ആത്മാ എന്ന് പറഞ്ഞാൽ ഞാനും ഭദ്രസേനും തമ്മിൽ ഭേദം അറിഞ്ഞിട്ടും ശബ്ദപ്രയോഗവും ബുദ്ധിയും നടക്കുന്നത് കേവലം ഗൗണപ്രയോഗമാണ്. മുഖ്യാത്മാവാരാ? നിത്യശുദ്ധൻ. ഗൗണാത്മാ ചൈത്രോ മമ ആത്മാ ഇത്യാദി സ്ഥലത്തുള്ളത്. പിന്നെ ആരാളുള്ളത്? മിഥ്യാത്മാ. മിഥ്യാത്മാ ആരാ? ഈ താദാത്മ്യം വരുന്നത് മിഥ്യ സ്ഥലത്താണ്. മിഥ്യ എന്ന് പറയുന്നതായിരിക്കും അവാസ്തവം. ഇതാണ് നിങ്ങൾക്ക് മിഥ്യാത്മാ സ്ഥലമാണ് അധ്യാസ സ്ഥലം. അത് അന്ധക്കരണമായിട്ടാവാം. എന്ന് പറഞ്ഞാൽ ഭേദം തിരിച്ചറിയാതെ അഭേദം പ്രമിതമാകുന്നു എന്ന് നമ്മൾക്ക് തോന്നുന്നെങ്കിലും, നമ്മൾക്ക് ശരീരത്തിൽ അഹംബുദ്ധി പ്രമേയല്ലേ? നമ്മൾക്ക് പ്രമേയാണ്. അഹം, നീ ആരാ? ഞാൻ പരമാത്മാവല്ലേ എന്നൊക്കെ തള്ളാം. ഞാൻ എന്നുള്ള ജ്ഞാനം കൊണ്ട് മുക്തനാവൂ എന്ന് പറഞ്ഞു തള്ളാൻ പറ്റും ഗുരുക്കന്മാർക്ക്. നീ നിന്നെ തന്നെ അന്വേഷിക്കൂ. എവിടെ പോയി അന്വേഷിക്കും? നീ നിന്നിലേക്ക് തന്നെ നോക്കൂ. എങ്ങോട്ട് നോക്കൂ? തിരിഞ്ഞു നോക്കാനോ? ഇതെന്താ നിങ്ങൾ പറയാൻ സംഭവം പറയുന്നുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ അറിയണം. നമ്മൾ നമ്മളെ തന്നെ അറിയുന്നില്ല. ഞാനെന്നുള്ള അറിവ് ആർക്കാ ഇല്ലാത്തത്? സാക്ഷിയാണ് മക്കളെ. സാക്ഷി ഞാൻ തന്നെയല്ലേ. എന്റെ വേറെ ആരുമല്ലല്ലോ സാക്ഷി. എന്ത് പറ്റി? പോവാമായി. ഇനിയിപ്പോ വേണമെങ്കിൽ മലയാളം സംസ്കൃതത്തിനോട് ഇഷ്ടമല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ ചിന്തിച്ചോ. പോവാമായി. ഞാനാരാ? നീ ആരാ? ഞാനാരാന്ന് എനിക്കെന്താ അറിയാത്തതാണോ? ഇതെല്ലാം ഏത് സ്ഥലം? അധ്യാസം നടക്കുന്ന സ്ഥലമാണ്. അധ്യാസം നടക്കുന്ന വസ്തുവിനെ തന്നെ അധ്യാസം നടക്കുന്ന ജീവനോട് പറയാണ്, ഇതാ പിടിച്ചോ, ഇതാണ് നീ. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത്, നീ ആരാന്ന് ചിന്തിച്ചാൽ നിനക്ക് ഒരിക്കലും ഇത് അർത്ഥം പിടികിട്ടത്തില്ല. കാരണം ഞാൻ എന്നുള്ള സ്ഥലം അധ്യാസ ഭൂമിയാണ്. അധ്യസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. എത്ര ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാസം പൊളിയത്തില്ല. അല്ലാതെ എന്റെ ഗുരു പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കി, നിങ്ങളെ ഗുരു പുതിയ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് തെറ്റാണ്. കാരണം ശാസ്ത്രീയമായിരിക്കുന്നത് ആദ്യമേ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവരക്കടായി പോകുന്നത്. ഞാനെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി എന്ത് വേണം? ഞാൻ എന്നുള്ളത് നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വഭാവനായിരിക്കുന്ന കേവല ആത്മാവാണെന്നും, ഞാൻ എന്നുള്ള ഈ ഇനിയിപ്പോൾ തൊമ്പതത്തിന്റെ അർത്ഥമായിരിക്കുന്ന കൂടസ്ഥനെ അറിഞ്ഞാൽ അജ്ഞാനം നഷ്ടപ്പെടുവോ? അതുപോലും ഇല്ല. പിന്നെ ഈ കൂടസ്ഥന് ബ്രഹ്മമായിട്ടുള്ള ഐക്യം അറിഞ്ഞെങ്കിലേ അജ്ഞാനം നഷ്ടപ്പെടത്തുള്ളൂ. ആണല്ലോ. കാരണം ഭേദബുദ്ധിയാണ് അഭേദബുദ്ധിക്ക് വിഘാതമായിട്ടിരിക്കുന്നത്. ഞാൻ വേറെ എന്നും ജഗത്കർത്ത വേറെ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ജഗത്ത് ഉണ്ട് എന്നുള്ള ബോധം പോലും ഉണ്ട്. ജഗത്തിനെ നിഷേധിച്ചും കൊണ്ടാണ് അധിഷ്ഠാന ബ്രഹ്മബോധം ഉണ്ടാകത്തുള്ളൂ. ഈ ബോധസ്ഥലത്ത് രണ്ട് വസ്തു ഒന്നാവുന്നല്ല, ഞാനും ജഗത്തിന്റെ സ്രഷ്ടാവും ഒന്നാണെന്ന് പറഞ്ഞാല് ഇവിടെ ഒരു സൃഷ്ടി ഇല്ലായിരുന്നു. എന്റെ അജ്ഞാനം കൊണ്ടാണ് ഞാനത് മൊത്തം കണ്ടത്. ആയതിനാൽ
ജഗത്തും ജഗത്തിന്റെ സ്രഷ്ടാവായിരിക്കുന്ന ഈശ്വരൻ പോലും എന്നാൽ കൽപ്പിതമായതിനാൽ രണ്ടിനും സത്തയില്ലെന്നും കൽപ്പിക്കുന്ന എനിക്കും സത്തയില്ലെന്നും വാസ്തവത്തിൽ കേവലനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിൽ ഈ മൊത്തം കൽപ്പനകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അല്ലാതെ പൂവാമൈ എന്ന് പറഞ്ഞ് ഈ ഒരു പദമൊന്നോ ഇത്രയും തിരിച്ചറിയ സ്ഥലത്ത് ഏതെങ്കിലും ഒരു മന്ത്രം പ്രയോഗിച്ചിട്ട് കാര്യം നടക്കുമോ? ഫട്ട് സ്വാഹ ഇതും കുറച്ച് വരയും ഒരു കുത്തും ഒരു മന്ത്രവും നടക്കത്തില്ല. ഗുരു ചവിട്ടിൽ ഒരു പീസ് മന്ത്രം ഒഴിച്ചത് കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് എന്താ നടക്കുക? നടക്കത്തില്ല. ठीक ഇത് ചൊല്ലി റെഡ്ക്കെ ഒരേ പോലെ ചിസ്നയ്യേ. ഇതെന്തിനാ എങ്ങനെ പറയേണ്ടത്? ഇന്നത്തെ ഫാഷനാണ്. മന്ത്രദീക്ഷ സ്വീകരിച്ചോ? എന്ത് മന്ത്രദീക്ഷ? എന്തുവാ പറയുന്നേ? നിങ്ങൾ നോക്കിയാൽ മതി, ആനുകാലികമായിരിക്കുന്ന ഒരു ട്രെൻഡാണ്. ഒരു ഗുരു ഉണ്ടായിരിക്കണം. ഗുരുബനായ എന്ന് ഹിന്ദി ലാംഗ്വേജിൽ ചോദിക്കും. അതൊരു ഫാഷനാണ്. ആ വീട്ടുകാർക്ക് ഓരോരുത്തർക്കും ഒരു ഗുരു വേണം, എങ്കിൽ മാത്രമേ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണ് അതൊക്കെ. അങ്ങനെയാക്കി മാറ്റി നമ്മളെ സിസ്റ്റം. അല്ലാതെ ബ്രഹ്മം എന്താണെന്നോ ബ്രഹ്മവിചാരം എന്താണെന്നോ തത്വമസി എന്താണെന്നോ അതാത് ബ്രഹ്മജിജ്ഞാസ എന്താണെന്നുള്ളതിന്റെ ഒരു അറിവ് ആവശ്യമില്ല. കാരണം ഇതൊക്കെ മെനക്കെട് പരിപാടിയല്ലേ. ഇതിനെ പൈസ കൊടുത്ത് ആളെ വെച്ച് കഴിഞ്ഞാൽ നടക്കുമെങ്കിൽ നമുക്ക് ശ്രമിക്കാമായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മളായിട്ട് നമുക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട്, അന്നേരമാണ് അതാടോ ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ ഇത് മൊത്തം പോകുന്നത് അധ്യാസ സ്ഥലമാണ്. പൂവാമൈ എന്നുള്ളതും അധ്യാസ സ്ഥലമാണ്. അതുകൊണ്ട് ആ വഴിക്ക് ചിന്തിക്കാൻ പോകണ്ട. ठीक है. അപ്പൊ നമ്മൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ടീക്കയിൽ ഒന്നാം വർണ്ണകം കഴിഞ്ഞു അല്ലെ? 26-ാമത്തെ പേജില് ടീക്കയില് താഴെ 3-ാമത്തെ പങ്ക്തിയിലാണ് ഇതി പ്രഥമ വർണ്ണകം വിഭാഗത്തില് വർണ്ണകം എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ 1-ാം വിഭാഗം കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോവാണ്. വിചാരസ്യ സാക്ഷാത് വിഷയാ വേദാന്താഹ. വിചാരം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു അല്ലെ? യഥാ ചായം അർത്ഥഃ സർവേഷാം വേദാന്താനാം തഥാ വയം അസ്യാം ശാരീരിക മീമാംസായാം പ്രദർശയിഷ്യാമഹ എന്ന് ഭാഷ്യത്തിൽ പറഞ്ഞു. സകല വേദാന്തത്തിന്റെ ഉദ്ദേശം എന്തിനാ? ബ്രഹ്മാത്മ ഐക്യജ്ഞാനത്തിന് വേണ്ടിയാണ്. ഐക്യമായിരിക്കും സകല വേദാന്തത്തിന്റെ വിഷയം. അപ്പോൾ ആ വിഷയത്തെ അറിയാൻ വേണ്ടിയാണ് വേദാന്തങ്ങൾ പ്രയത്നിക്കുന്നത്. അതിനു വേണ്ടിയാണ് വിചാരം ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തെ നമ്മൾ മുന്നോട്ട് പറയുന്നു പറഞ്ഞു. ഇനി ടീക്കയിലാണ് വിചാരസ്യ സാക്ഷാത് വിഷയാഹ വേദാന്താഹ. വിചാരം ഏതിന് വിഷയീകരിക്കുന്ന വേദാന്തമാണ്? ഏതിന് വിഷയീകരിക്കുന്ന വിചാരമാണ്? വേദാന്തത്തെ വിഷയീകരിക്കും. വേദാന്തം ഉപനിഷത്ത് വേദാന്തമാണോ? അല്ല, വേദാന്ത ഉപനിഷത്താണോ? രണ്ടും ശരിയാ. ഗീത ഉപനിഷത്താണോ? ഗീത ഉപനിഷത്ത് എന്ന് പറയാം. കാരണം ഉപനിഷത്തിന്റെ അർത്ഥം എന്താ? രഹസ്യവിദ്യ എന്നുള്ളതാണ്. ആ രഹസ്യവിദ്യയാണ് ഗീതയിലൂടെ പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഗീതയും ഉപനിഷത്ത് തന്നെയാണ്. ഉപനിഷത്തല്ല എന്ന് വരില്ല. പക്ഷെ വിഭാഗം ചെയ്യുന്ന സമയത്ത് ഉപനിഷത്ത് വേറെ ഗീത വേറെ, പ്രസ്ഥാനത്തെ വേർതിരിച്ചു എന്ന് മാത്രം. വിചാരസ്യ നേരിട്ടുള്ള വിചാരത്തിന്റെ വിഷയം എന്നുള്ളത് വേദാന്തങ്ങളാണ്. തേഷാം എന്ന് പറഞ്ഞാല് വേദാന്താനാം ഗതാർത്ഥത്വ അഗതാർത്ഥത്വാഭ്യാം ആരംഭ സന്ദേഹേ. ഗതഃ അർത്ഥോ, ഗതം എന്ന് പറഞ്ഞാല് ജ്ഞാതം എന്നർത്ഥം. ഏതൊരു അർത്ഥമാണോ അറിയപ്പെട്ടിരിക്കുന്നത് അത് ഗതാർത്ഥം, ഏതൊന്നാണോ അറിയപ്പെടാത്തത് അത് അഗതാർത്ഥം. അതായത് വേദാന്ത പ്രതിപാദ്യമായിരിക്കുന്ന വസ്തുക്കൾ മുമ്പേ തന്നെ പൂർവമീമാംസയിലൂടെ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഉത്തരമീമാംസ രചന ആവശ്യം വരുന്നില്ല. അഥാതു ധർമ്മജിജ്ഞാസ എന്ന സൂത്രത്തിലൂടെ, സൂത്രസംബന്ധിയായിക്കൊണ്ടുള്ള ശ്രുതിയിലൂടെ വേദാന്ത പ്രതിപാദ്യമായിരിക്കുന്ന വസ്തു നിരൂപണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ, മുമ്പേ തന്നെ നിരൂപണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ, ഇനി ബാദരായണിന്റെ സൂത്രാരംഭമാണ് കേട്ടോ, ഭാഷ്യാരംഭത്തെ അല്ല പിടിച്ചത്, സൂത്രത്തിന്റെ ആരംഭം തന്നെ ആവശ്യം വരുന്നില്ലായിരുന്നു. ഇനി ആ പൂർവമീമാംസ കാണ്ഡത്തില് ഉത്തരമീമാംസ പ്രതിപാദിതമായിരിക്കുന്ന ബ്രഹ്മ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ആ നിത്യശുദ്ധ ബുദ്ധമുക്തനെ പ്രതിപാദിക്കാനായിട്ടുള്ള ശാസ്ത്രം ആരംഭിക്കുക എന്നുള്ളത് സാർത്ഥകമാണ്. ഇവിടെയാണ് സന്ദേഹം. പൂർവപക്ഷി പറയും അതവിടെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനെ സന്ദേഹം വരുമ്പോൾ സന്ദേഹേ സതി. ഇനിയാണ് പൂർവപക്ഷിയുടെ അഭിപ്രായം പറഞ്ഞത്.
കൃഷ്ണസ്യ വേദസ്യ വിധിപരത്വാത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ വേദവും വിധിപരങ്ങളാണ്. അത് പൂർവമീമാംസാ സൂത്രത്തിൽ തന്നെ പറയും. ആ പൂർവമീമാംസയിൽ ഈ ചർച്ച നടക്കുന്ന സമയത്ത് പൂർവപക്ഷിയും സിദ്ധാന്തിയുണ്ട്. നമ്മുടെ ശാസ്ത്രത്തിൽ പൂർവപക്ഷി സിദ്ധാന്തി പോകുന്ന പോലെ തന്നെ പൂർവമീമാംസാ സ്ഥലത്തും പൂർവപക്ഷിയും സിദ്ധാന്തിയുണ്ട്. അവിടുത്തെ പൂർവപക്ഷിയുടെ അഭിപ്രായമാണ് വേദങ്ങൾ മൊത്തം സാധ്യപരങ്ങളായതിനാൽ സിദ്ധവസ്തു പ്രതിപാദകമായിരിക്കുന്ന ശാസ്ത്രം പ്രമാണമാവത്തില്ല എന്ന്. സിദ്ധവസ്തുവാണെന്ത്? ബ്രഹ്മ. സാധ്യമാണെന്ത്? യാഗാദികൾ. അപ്പോൾ യാഗാദികളെ കുറിച്ച് പറയുന്ന വാക്യം പ്രമാണമാണെങ്കിലും സിദ്ധവസ്തുവിനെ പറ്റി പറയുന്ന വാക്യം പ്രമാണമല്ല. അതിനൊരു ദൃഷ്ടാന്തം കൊടുക്കും. എന്താണ്? ദിശിദേവദാത്മാ ഉത്തരസ്യാം ദിശിദേവദാത്മാ ഹിമാലയോ നാമ നഗാദിരാജ. ഉത്തരദിക്കില് ഹിമാലയം എന്നുള്ള പർവ്വതരാജ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ആ ജ്ഞാനം കൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടമില്ല. അപ്പോൾ സിദ്ധവസ്തുജ്ഞാനത്താൽ നേട്ടമില്ല എന്നുള്ളതിനാൽ സിദ്ധവസ്തുവായിരിക്കുന്ന ബ്രഹ്മപ്രതിപാദക വാക്യങ്ങൾക്ക് ഒരർത്ഥവുമില്ല. തസ്മാത് അനിത്യം, അപ്രമാണം എന്നർത്ഥം. പക്ഷേ വേദത്തിന്റെ ഒരു ഭാഗം പ്രമാണവും മറുഭാഗം പ്രമാണമല്ലെന്നും മാനിച്ചു കഴിഞ്ഞാൽ, എന്ന് പറയാം വ്യർത്ഥം എന്ന് മാനിക്കുമ്പോൾ, പ്രമാണമല്ലെന്ന് മാനിക്കാം പക്ഷെ വ്യർത്ഥമായി പോകുന്നുള്ളതാണ്. തസ്മാത് അനിത്യം എന്നുള്ളത് തസ്മാത് വ്യർത്ഥമായി മാറും. വ്യർത്ഥമായി പോയി കഴിഞ്ഞാൽ അത് ശരിയല്ല. ഒരു വസ്തുവിന്റെ തന്നെ പാതി ശരിയും പാതി ശരിയല്ലാതെയും പോകത്തില്ല. എന്ന് പറഞ്ഞാൽ അർദ്ധജർഭിനിയായി സംഭവിക്കത്തില്ല. ठीक ഒരു സ്ത്രീ പാതി വയസ്സ് കൂടിയും പാതി വയസ്സത്തെയും പാതി യുവതിയാണെന്നുള്ളത് വരത്തില്ല. അതേപോലെ തന്നെ ഇവിടെയും പാതി മാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ പൂർവമീമാംസയിൽ തന്നെ സിദ്ധാന്ത സൂത്രത്തിൽ പറയും വിധീനാം തു ഏകവാക്യത്വ അത് സ്തുത്യർത്ഥേന വിധീനാം സ്യുഹു. വിധിവാക്യത്തിലെ വിധേയ വസ്തുക്കളുടെ സ്തുതിക്കായിട്ട് മാറും ഏത്? നിത്യവസ്തു പ്രതിപാദക വാക്യങ്ങൾ. അതേപോലെ തന്നെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗാദി പ്രാപ്തി ഉണ്ട്. അവിടെ കർമ്മത്തിന്റെ കർത്താവായിരിക്കുന്ന ജീവനെ സ്തുതിക്കാൻ വേണ്ടിയാണ് അവൻ നിത്യനാണ്, ബുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞത് എന്ന് അർത്ഥത്തെ ചുരുക്കും. ഈ രീതിയിൽ നിങ്ങളുടെ സിദ്ധവസ്തു പ്രതിപാദക വാക്യങ്ങൾക്കും പ്രാമാണ്യം സിദ്ധിക്കും. മറ്റ് വാക്യങ്ങളുമായിട്ട് കൂടെ ചേർന്നിട്ട് സിദ്ധവസ്തു പ്രതിപാദക വാക്യങ്ങൾക്ക് സാർത്ഥകത പറയും. രണ്ടാണെങ്കിലും നിത്യശുദ്ധ ബുദ്ധമുക്തന്റെ ജ്ഞാനം വഴി കൈവല്യം സംഭവിക്കും എന്നൊരഭിപ്രായം പൂർവപക്ഷിക്കില്ല. അവിടെയും നിങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ കാണാം, പൂർവതന്ത്രം ന്യായസഹസ്രം എന്ന് പറയും. 1000 അധികരണത്തോടു കൂടി, 1000ത്തിന്റെ അടുത്തേ ഉള്ളൂ, 915 അധികരണങ്ങളുണ്ട് അവിടെ. അതേപോലെ 2742 എന്നോ 2731 എന്നോ 35 സൂത്രങ്ങൾ എന്നുള്ള മതഭേദമുണ്ട്. എന്നാലും ഏകദേശം 2742 സൂത്രങ്ങളെ മാനിക്കുന്നു. അത്രയും സൂത്രങ്ങളിലൂടെയാണ് പൂർവമീമാംസ പോകുന്നത്. 12 മുഖ്യ അധ്യായങ്ങളും പിന്നെ സംഘർഷണാദി കാണ്ഡങ്ങളായിട്ട് 4 വേറെയും വരും, 16 അധ്യായം വരും. എന്നാലും ദ്വാദശ ലക്ഷണി 12 അധ്യായത്തോടു കൂടിയിരിക്കുന്ന പൂർവമീമാംസ പൂർവതന്ത്രം എന്നാണ് പറയാറ്. അന്നപ്പോൾ പറയാണ് കൃഷ്ണസ്യ വേദസ്യ വിധിപരത്വാത്. സമ്പൂർണ്ണ വേദവും വിധിപരങ്ങളാണെന്നതിനാൽ എന്ന് പറഞ്ഞാല് സാധ്യത്തെ പ്രതിപാദിക്കുന്നവയാണ് എന്നുള്ളതിനാൽ വിധേശ്ച അഥാതു ധർമ്മജിജ്ഞാസ ഇത്യാദിന പൂർവതന്ത്രേണ വിചാരിതത്വാത്. വിധിയുടെ കാര്യം പൂർവത്തിലെ നമ്മൾ നിരൂപണം ചെയ്തു. എവിടെ? പൂർവതന്ത്രം എന്ന് പറഞ്ഞാൽ തന്ത്രം ശാസ്ത്രം. പൂർവശാസ്ത്രം ഏതാ? പൂർവമീമാംസ. അതായത് വേദത്തിൽ ഊന്നി നിന്നിട്ട് 2 ശാസ്ത്രങ്ങളേ ഉള്ളൂ, പൂർവമീമാംസയും ഉത്തരമീമാംസയും. വേദത്തിലെ വേദവാക്യങ്ങളുടെ നിരൂപണം ചെയ്യാനായിട്ട് ഇത് 2 ഉള്ളൂ. മറ്റ് ശാസ്ത്രങ്ങൾ ഇപ്പൊ സാങ്ക്യം, യോഗം ഇവയൊക്കെ കൊണ്ടുവന്നാൽ ന്യായം എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്ത് പോകും. നൈയായികനും വൈശേഷികനും സമാനമായിട്ടിരിക്കും. സാങ്ക്യവും യോഗവും ഏകദേശം കുറെ ദൂരത്തോളം ഇവരൊക്കെ സമാനമാരാണ്. ഇവരെല്ലാം തന്നെ സ്വന്തം മതം സിദ്ധിച്ച ശേഷം ആ മതത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് വേദത്തെ കൂട്ടുപിടിക്കത്തുള്ളൂ. അജാമേ കാംലോഹിത ശുക്ല കൃഷ്ണാം പ്രജാസൃജ മാനാം സ്വരൂപ എന്നുള്ളതൊക്കെ മുണ്ടകമന്ത്രല്ലേ, അതൊക്കെ എടുത്തിട്ട് സാങ്കേതിക യോഗനം കൊണ്ടുപോകും. അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞ കാര്യം സിദ്ധിക്കാൻ ഈ ഗുരുപരമ്പര എന്നുള്ള
ഏത് ഗുരുപരമ്പരകളാന്ന് പറയുമ്പോഴേക്കും പേടിയാവാൻ തുടങ്ങും അല്ലേ? ഗുരുവിനെ തൊട്ട് കളിച്ച് അക്കളിക്കളി തീക്കളിയാവുന്ന ഗുരുക്കന്മാര് പറഞ്ഞ് സൊസൈറ്റിയിൽ തകർത്ത് വെച്ചിട്ടുണ്ട്. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എവിടെയാണോ അതിന്റെ ഗ്രന്ഥ രചയിതാവ് സ്മരിക്കപ്പെട്ടിരിക്കുന്നത്, ആ ശാസ്ത്രം തന്നെ സ്മൃതിയായിട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാല് സൂത്രങ്ങൾ സ്മൃതിയിലാ വരിക, പക്ഷെ സൂത്രം ഏതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോരോ ശാസ്ത്രവും തത്തത് സൂത്രങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇപ്പം പൂർവമീമാംസ ശാസ്ത്രം എന്നുള്ളത് ജൈമിനീയ സൂത്രങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരിക്കുന്നത്. പക്ഷെ ജൈമിനി ആയിരിക്കട്ടെ വേദവാക്യങ്ങളുടെ നിരൂപണം നടത്തുന്നത്. ഇതേപോലെ ബാദരായണ സൂത്രം സ്മൃതിയാണെങ്കിലും അത് ഏതിനെ അവലംബിച്ചാ ചിന്തിക്കുന്നത്? ശ്രുതിയെ എടുത്തിട്ടാണ് ചിന്തനം നടത്തുന്നത്. ആ ശ്രുതിയുടെ വാസ്തവാർത്ഥം എന്താണെന്നുള്ളത്. ഇത് ഒഴിവാക്കിയിട്ട് മറ്റ് സാങ്ക്യ യോഗ പിന്നെ സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം ഇവരെല്ലാം തന്നെ സ്വന്തം ഗുരുവിന്റെ അഭിപ്രായം നിലനിർത്തിയിട്ട് പിന്നെ ആ അഭിപ്രായത്തെ സിദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയെ കൂട്ടുപിടിക്കുന്നത് മാത്രം. നൈയായികനായിരിക്കട്ടെ കാര്യം അനുമാനത്താൽ സിദ്ധിച്ചിട്ട് അനുമാനത്താൽ സിദ്ധിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രുതി ആശ്രയിക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദ്യം തന്നെ ശ്രുതിയിൽ നിന്നുകൊണ്ടേ സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് ആരും പ്രമാണത്വത്തെ പ്രാപിക്കത്തില്ല. കാരണം അത് സ്മൃതിയാണ്, അത് ഓരോരോ ഗുരുവിന്റെ അഭിപ്രായമാണ്. ആ വ്യക്തി അഭിപ്രായപ്പെടുമ്പോൾ വ്യക്തിയുടെ ബുദ്ധിയുടെ സാമർഥ്യം അത് വികലമാവാം, സകലമാവാം, അതെല്ലാം തന്നെ ആ ശാസ്ത്രത്തിൽ വന്നു ചേരും. ഇവിടെ നിർദുഷ്ടമായിരിക്കുന്ന വേദത്തിനെയാണ് നമ്മൾ പൂർവമീമാംസയിൽ ഉത്തരമീമാംസയിൽ ചിന്തിക്കുന്നത്. അവിടെ ദോഷമൊന്നുമില്ല അവരുടെ ചിന്തയ്ക്ക്. കാരണം പൂർവമീമാംസ കർമ്മകാണ്ഡത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്തരമീമാംസ ബ്രഹ്മസ്വരൂപത്തെ കുറിച്ചുള്ള ചിന്തനമാണ്. ജ്ഞാനത്തിന് വേണ്ടിയുള്ള ബ്രഹ്മസ്വരൂപത്തെ കുറിച്ചുള്ള ചിന്തനമാണ്. അതിനെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമായിരിക്കുന്ന ഉപനിഷത്തിനെയാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഇവർ രണ്ടുപേരും മാത്രമേ വേദത്തിൽ ഊന്നി നിന്ന് ചിന്തിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം സ്വന്തം പ്രസ്ഥാനം കെട്ടിപ്പടുത്തതാണ്. നമ്മൾ സ്വന്തം പ്രസ്ഥാനം കെട്ടിപ്പടുത്ത പൂർവ്വ ആചാര്യന്മാരെ, അതായത് വേദാന്തത്തെ ഒഴിവാക്കിയിട്ട് ബാക്കി ആസ്തിക ശാസ്ത്രങ്ങളെ പോലും നിഷേധിച്ചു കളയും. എപ്പോൾ? വേദാന്തത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത്. ഏതു സ്ഥലത്ത് നമ്മൾ സാങ്കേയോഗ സിദ്ധാന്തത്തെ മാനിക്കുന്നുണ്ട്? എവിടെ? യമനിയമാസന പ്രാണായം പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയൊക്കെ ഞങ്ങൾക്കും ആവശ്യമാണ്, ഇവിടെ ആവശ്യമുണ്ട്. പക്ഷേ സിദ്ധാന്തത്തിന്റെ ആത്യന്തിക അവസ്ഥയിൽ വരുമ്പോൾ പ്രകൃതി പുരുഷ ഭേദജ്ഞാനമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം അത് ഭേദജ്ഞാനമാണ്. ഇവിടെ വേണ്ടത് ഐക്യജ്ഞാനമാണ്. അതും പ്രകൃതിയും പുരുഷനും തമ്മിലല്ല. പ്രകൃതിയെ നിഷേധിച്ചിട്ട് പുരുഷന്റെ ഐക്യം, അതായത് ജീവന്റെ ബ്രഹ്മ ഐക്യമാണ് ഇവിടെ ആവശ്യം. ഇത്രയും നേരെ തലതിരിഞ്ഞ രണ്ട് ശാസ്ത്രങ്ങളാണ് വേദാന്തവും യോഗവും, അല്ലേ? എന്നിട്ട് നമ്മളുടെ പലർക്കും യോഗം എടുക്കുമ്പോൾ വേദാന്തവും, വേദാന്തം എടുക്കുമ്പോൾ യോഗവും ഒന്നാണെന്ന് പറഞ്ഞു പോകും, ഓർത്തു പോകും. ശ്രദ്ധിക്കണം, രണ്ടും രണ്ട് വഴിക്ക് പോകുന്ന ശാസ്ത്രങ്ങളാണ്. ശാസ്ത്രത്തിന്റെ വേർതിരിവ് തിരിച്ചറിയുന്നില്ല എങ്കിൽ അത് പഠിച്ചെടുക്കുക, അല്ലാതെ ഇതും അതും കൂടി കൂട്ടിച്ചേർക്കാൻ പാടില്ല. ബാക്കി എല്ലാ ദർശനങ്ങളും ദ്വൈത ദർശനങ്ങളാണ്. ഏത്? ബാക്കി 5 ആസ്തികന്മാരിലെ ബാക്കി 5 ദ്വൈത ദർശനങ്ങളാണ്. പിന്നെ നാസ്തികന്മാരിൽ നിങ്ങൾക്ക് അദ്വൈതിയെ കാണാം. നാസ്തികരിലെ അദ്വൈതിയാണ് മാധ്യമിക മതം. ബൗദ്ധരിലെ മാധ്യമികൻ, നാസ്തികരിലെ അദ്വൈതിയാണ്. അതായത് ഏകനായിരിക്കുന്ന അസത്തായിരിക്കുന്ന വസ്തുവിൽ നിന്ന് മൊത്തം സൃഷ്ടി ഉണ്ടായി എന്നുള്ളതാണ്. അത് അസത്തിന്റെ കാര്യമായിട്ട് ജഗത്തിനെ മാനിക്കും, അസത്കാര്യവാദികളാണ്. ഇവിടെയോ ബ്രഹ്മകാര്യമായിരിക്കുന്ന അനിർവചനീയ ജഗത്തിനെ മാനിക്കും. ഇങ്ങനെ ബൗദ്ധമതവും വേദാന്തവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരി, അതുകൊണ്ട് തന്നെ ഇനി പറഞ്ഞേക്കരുത് ഞങ്ങൾക്ക് ബൗദ്ധമതവും ഇഷ്ടമാണ്, ഞങ്ങൾ തന്നെയല്ലേ അവര് പറഞ്ഞത് എന്നൊന്നും പറഞ്ഞേക്കരുത്. രണ്ടും രണ്ട് വഴിക്ക് പോകുന്ന സാധനങ്ങളാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മകാണ്ഡം തന്നെയായിരുന്നു ഇഷ്ടമെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് മതം വിട്ടു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു കാലത്ത് അത് മതമായിരിക്കത്തില്ല. കാരണം നിങ്ങളുടെ ഹിസ്റ്റോറിയൻ ശശിഭൂഷൺ സാറ് പറയുന്നുണ്ട്, ഇവിടെ ബൗദ്ധമതത്തെക്കാൾ കൂടുതലായിട്ട് ജൈനന്മാരുടെ സാന്നിധ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ശബരിമല രണ്ടുപേരുടെയും അങ്ങനെയും ആരാധന കേന്ദ്രം ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒന്നിച്ചു ചെയ്യാം.
അതായത് ഹിന്ദുക്കൾ അന്നില്ല. കാരണം മറ്റ് സെമറ്റിക് മതങ്ങൾ കയറി വരുമ്പോഴാണ് ഹിന്ദുവിനെ മതമാക്കി വെക്കുന്നത്. ഇവിടെ കൾട്ടുകളാണുള്ളത്, ശൈവര്, വൈഷ്ണവര്, ഇങ്ങനെ. അപ്പൊ ശൈവന്റെയും ജൈനന്റെയും ഒരേ പ്രാർത്ഥന ഇടമായിരുന്നു ശബരിമല എന്നങ്ങനെ ഹിസ്റ്ററിയുടെ ഭാഗമായത് കൊണ്ടേ അല്ലേ ഞങ്ങളത് മാനിക്കൂല എന്നൊന്നും പറഞ്ഞത് ശരിയല്ല. ഇന്നുവരെയുള്ള കാര്യങ്ങളിൽ നിശ്ചയിക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു കാലത്ത് കേരളത്തിലും ഉണ്ടായിരുന്നു ജൈനന്മാര്. ജൈനമതം ലുപ്തമായപ്പോൾ ജൈനം പിന്നെയും ശാക്തേനും ശൈവനും ഒക്കെ ആയി മാറി. മനസ്സിലായോ? ഇവിടെ ഹിന്ദുക്കൾ എന്നുള്ളത് പലപ്പോഴും അതായത് ഒരു കാലത്ത് ജൈന സിദ്ധാന്തം മതമായിരുന്നില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബൗദ്ധരിൽ അങ്ങേര് പറയുന്നത് താന്ത്രിക ബൗദ്ധന്മാരായിരുന്നു. വാവര് എപ്പോഴാ വന്നതെന്നുള്ള എന്തെങ്കിലും ഐഡിയ? വാവര് ശശിഭൂഷൺ സാർ പറയുന്നത് വാവര് മുസ്ലിം അല്ല എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എടുത്ത് കേൾക്കാം, ഹിസ്റ്ററി ഒന്ന് കേട്ട് നോക്ക്. ടീക്ക്. ഈ പക്ഷേ മൂകാംബിക പോലും ജൈനരുടെ ദേവതയാന്നല്ലേ പറയുന്നത്, താരാദേവിയാന്നല്ലേ പറയുന്നത് അതായത് മൂകാംബിക സരസ്വതി. ആരുടെ ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ജിസ്കാ ഹാത്ത് മേ ലാഠി ഹൈ ഉസ്കാ ഹൈ ഭൈൻസ്. ഇത് ചരിത്രത്തിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും, ഇനിയും തുടരും. ടീക്ക്. കുറച്ചു കാലം മിണ്ടാതിരിക്കും. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ അനുസരിച്ച് വളർത്തി. അത് ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർത്തോ. ടീക്ക്. ആനുകാലികമായിട്ട് എന്ത് വരുന്നു എന്നുള്ളത് ഇത് എല്ലാ സമയത്തും സംഭവിക്കുന്നതാണത്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കാൻ പലപ്പോഴും പലരും തയ്യാറാവേണ്ടി വരുന്നത്. അടിയോടെ എടുത്തുകൊണ്ടേ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല ഇവിടെ. പക്ഷേ ഹിന്ദുയിസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഏതാ ഞാൻ പറഞ്ഞത്, ജൈനന്മാർ വന്നപ്പോൾ അവരുടെ കൂടെ പോയി, അത് തീർന്നപ്പോൾ പഴയ ഹിന്ദു തന്നെ. ഇനി ആരെയും വന്നാല് അവരുടെയും അപ്പനായിരിക്കും. കുറച്ചു കാലം നോക്കും സംഭവം എന്താണ്, അതവിടെ വയ്ക്കും. ഇതൊരിക്കലും തീരാതെ നശിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ അതായത് ഒരു കാലത്ത് മതം എന്നുള്ളൊരു സംഭവമല്ലല്ലോ. ഇന്ത്യ എന്നുള്ള മഹാഭൂഖണ്ഡത്തില് അധിവസിക്കുന്നവരില് ചിലര് വേദാന്തം പഠിച്ചു, ചിലര് ശാക്തേയരാണ്, ചിലര് ജൈനരാണ്, ചിലര് ശൈവരാണ്, ചിലര് വൈഷ്ണവരാണ്. അല്ലേ? ഈ ഹിന്ദുക്കളിൽ തന്നെയുള്ള ശൈവ വൈഷ്ണവ യുദ്ധം ചില്ലറയാണോ? ഇപ്പോഴും പ്രസാദം വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടല്ലോ പരസ്പരം. ടീക്ക്. ഇതെന്തിനാ നിങ്ങൾ ഒരേ ഹിന്ദുക്കളില് ഞങ്ങൾ അങ്ങനെയാണ്. ടീക്ക്. കുലഗുരുക്കന്മാർ ശ്രമിക്കുന്നത്, ഗുരുക്കന്മാരുടെ സിദ്ധാന്തത്തില് നമ്മൾ നോക്കിയാൽ മതി, ഒരു ഗുരുവിനെ മാനിക്കുന്ന ആൾക്കാരും മറ്റു ഗുരുവിനെ മാനിക്കുന്ന ആൾക്കാരായിട്ട് ഭയങ്കര ഉടക്കായിരിക്കും. പിന്നെ നോർത്ത് ഇന്ത്യയില് ബുദ്ധിമാന്മാരായിരിക്കുന്ന ഗൃഹസ്ഥന്മാരുണ്ട്. അവർക്ക് ഇവിടത്തെ പോലെയല്ല, ആശ്രമങ്ങളായിട്ടാണ് കൂടുതൽ ബന്ധം, അല്ലാതെ ക്ഷേത്രങ്ങളിൽ പോകുന്നുള്ളതാണ്. അത് അവർ വന്നാലറിയാം, ഞങ്ങൾക്ക് നിങ്ങളുടെ ദാദാ ഗുരുവായിട്ട് ഞങ്ങളുടെ ദാദാക്ക് സംബന്ധം ഉണ്ടായിരുന്നില്ല. അത് മഹാപരമ്പരയായിട്ട് കൊണ്ടുനടക്കുകയാണ്. അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ വ്യത്യാസം ഉണ്ടായിരിക്കും അർത്ഥം. ഞാൻ ഒരു പ്രാവശ്യം ഇസ്കോൺ മന്ദിറിൽ പോയിട്ട് പ്രസാദം വാങ്ങിച്ചപ്പോ നമശിവായ എന്ന് പറഞ്ഞു പോയി. അവർക്ക് ഭയങ്കര ദേഷ്യമായി പോയി. ഭാഗ്യം. അവർക്ക് ഭയങ്കര ദേഷ്യമായി. അവര് പറഞ്ഞു സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ പറഞ്ഞു. കേരളത്തിലെ ഇസ്കോണിന്റെ ഹെഡ് മറ്റോ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അദ്വൈതം കേൾക്കാനേ പാടില്ലെന്ന് പറഞ്ഞു. നന്നായി പോയാലോ? നമ്മൾ ആരോടും പറയോ? അദ്വൈതികൾ ആരോടും പറയോ ഇന്ന ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല? പറയത്തില്ല. ठीक है. സൈദ്ധാന്തികമായിട്ട് നമ്മൾ മുച്ചോട് മുടിക്കും. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങോട്ട് പോയിക്കോ. അതുകൊണ്ടാണ് ഗീതാകാരൻ അവസാനം പറയുന്നത് യഥേച്ഛസി തഥാ ഗുരു എന്ന. ഈ ഗീതാകാരനെ വെച്ച് കളിക്കുന്ന ഇസ്കോണുകാരന് ഇത് അറിയത്തില്ല എന്നുള്ളതാണ്. ഇവൻ എന്ത് ഗീതയിൽ നിന്ന് പഠിച്ചു എന്ന് മനസ്സിലാക്കി. ഗീതാകാരൻ അവസാനം പറയുന്നത് അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ വ്യക്തിയായിട്ട് വിട്ടുകൊടുക്കുകയാണ്. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ പ്രാരംഭം നിന്റെ കൂടെയാ. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരാനേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഗീതാകാരൻ പറയുന്നത്. മനസ്സിലാക്കേണ്ടത് നിന്റെ കടമയായിരുന്നു. നിന്റെ പ്രാരബ്ധ അവസാനം വർക്കൗട്ട് ആവും. ഓക്കെ, അങ്ങനെ പറഞ്ഞില്ലേ, നിനക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം നിന്റെ ക്ഷാത്രധർമ്മം നിന്നെ കർമ്മം ചെയ്യിപ്പിക്കും. അന്ന് ഗീതാകാരൻ അർജുനനോട് പറയുന്ന സമയത്ത് അർജുനൻ ക്ഷത്രിയനായിരുന്നു. ഇന്ന് അർജുനന് ആധാർ കാർഡ് കിട്ടിയ എന്തായിരുന്നു സ്ഥിതി? ജാതി കാർഡ് കിട്ടിയാല് ഒബിസിയിലേക്ക് പോയി. അതെങ്ങനെ സംഭവിച്ചു? നമുക്ക് അതൊന്നും ഗീതയിലൂടെ കാണാൻ നേരമില്ലല്ലോ. ഗീത ഭഗവാൻ വന്നിരിക്കുന്നേ. ഭഗവാന്റെ ജന്മമായി, ഭഗവാന്റെ വിവാഹമായി, ഭഗവാനെ വിസർജനം നടത്താൻ പോണം. ഈ കളികളിലല്ലാതെ നമ്മൾക്ക് അങ്ങേര് പറഞ്ഞതായിട്ട് എന്ത് ബന്ധം? നമുക്ക് രസിക്കാൻ ഒരു കൃഷ്ണൻ എന്നല്ലാതെ അങ്ങേര് പറഞ്ഞ കാര്യം നമുക്ക് ആവശ്യമില്ലല്ലോ. അദ്വിതീയ ബോധത്തിനായിട്ട് നജത്തടിച്ച് പറയുകയാണ് ഗീതാകാരൻ. അതിനെയാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു കൊടുത്തത്.
അത് ഇഷ്ടമല്ലാതെ അതിന്റെ നേർ വിപരീതം കാണാൻ പറ്റിയിട്ടുണ്ട് ഇസ്കോണുകാർക്കെങ്കിൽ ശരിക്ക് എന്ത് ചെയ്യും നമ്മൾ? അതായത് വേറെ അടുത്തും വരുന്നതിന് മുന്നേ പറയാണ് ഞങ്ങൾ ചർച്ചയ്ക്കില്ല, എന്റെ പാർട്ടിയിൽ വരുന്ന ആൾക്കാർ അവന്റെ അടുത്തേക്ക് പോകാനും പാടില്ല. എങ്ങനെയുണ്ട് പരിപാടി? ഇനി ഇപ്പോൾ മുസൽമാനായാലും ഹിന്ദു ആയാലും നമുക്കെന്ത് തകരാറിപ്പോൾ പറഞ്ഞ ശരിക്ക് മൊത്തം മുമുക്ഷൂണാം അനിർവചനീയ വാദിന എന്ന് പറയും. ശരിക്ക് ബാധേ സതി തഥാപി ബാധ്യതാം. ബാധയുണ്ടെങ്കിൽ ബാധിച്ചോട്ടെ, ബാധയില്ലെങ്കിൽ ബാധിക്കേണ്ടെന്ന്. ഞങ്ങൾക്കെന്ത് മഹത്വം? ഏത് അനിർവചനീയവാദി എന്തിനാ പ്രത്യേകിച്ച് നെഞ്ചത്തടിക്കുന്നത്? മനസ്സിലാക്കാൻ പറ്റും ദൂരത്തോളം മനസ്സിലാക്കി പോകാന്നല്ലാതെ. കാരണം ഈ അധിഷ്ഠാന ബ്രഹ്മത്തെ നമുക്ക് സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ പറ്റുമോ? പറ്റുന്ന പ്രശ്നമില്ല. കാരണം സയൻസ് എവിടെയാ ഡീൽ ചെയ്യുന്നത്? പഞ്ചീകൃത ഭൂതങ്ങളിൽ. ഇതിന്റെ പിറകിൽ എന്ത് നിൽക്കുന്നുണ്ട്? അപഞ്ചീകൃത ഭൂതം. അങ്ങോട്ട് പോകാൻ പറ്റിയോ? എത്ര വലിയ ശാസ്ത്രജ്ഞൻ ഇപ്പോൾ ചാടിയാലും പണ്ടത്തെ ഇവന്റെ ഫണ്ടമെന്റൽ തിയറി എഴുതി വെച്ച ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഈ മെറ്റീരിയൽസിന്റെ കോസ് മെറ്റീരിയൽ തന്നെയാണോ അല്ല അതർ ദാൻ മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം. ശരിക്ക് അപ്പം അവർക്കേ അറിയത്തില്ല. സിദ്ധാന്തം മെനഞ്ഞു വെച്ച ആൾക്കാർ തന്നെ ഇരുട്ട് തപ്പുകയാണ്. അതിനുശേഷം അല്ലല്ല എന്താ പറയുന്നോ, ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഒരു കാലത്ത് കണ്ടെത്തും. അത് വലിയ ന്യായമാണോ? ഇന്ന് ഞങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത സ്ഥലം അതിങ്ങനെ നീണ്ടുപോവുകയാണെ. എന്നിട്ട് പറയുന്നത് ഞങ്ങളാണ് ശരി, കാരണം ഞങ്ങൾ തെളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ. അറിവില്ല എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മറ്റുള്ളത് നിഷേധിക്കും? ഇല്ലല്ല, അത് നിഷേധിക്കണം. കാരണം ആദ്യമേ നിശ്ചയിക്കാൻ പാടില്ല. എന്തിലാട്ടെ വിധേശ്ച അഥാതോ ധർമ്മജിജ്ഞാസ ഇത്യാദിന പൂർവതന്ത്രേണ വിചാരിതത്വാത്. വിധിയുടെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ വിധിയായിട്ട് സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിധി എവിടെയാ വരുന്നത്? കർത്തും അകർത്തും അന്യതാകർത്തും വാ ശക്യമാണെങ്കിൽ വിധി വരത്തുള്ളൂ. അത് പുരുഷതന്ത്രമായിട്ടായിരിക്കുക. ഈ കാര്യത്തെക്കുറിച്ചെല്ലാം അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് തുടങ്ങുന്ന സൂത്രങ്ങളിലൂടെ ഞങ്ങൾ മുമ്പേ വിചാരം ചെയ്തതാകുന്നു. ഇതുകൊണ്ടെന്ത് പറ്റി? അപഗതാർത്ഥ ഏവ വേദാന്ത. അവിടെ തന്നെ വേദാന്ത പ്രതിപാദ്യ വസ്തുക്കളും നിരൂപണം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അവഗത ജ്ഞാത അർത്ഥോ യേഷാം വേദാന്താനാം തേ വേദാന്ത അപഗതാർത്ഥാഹ. അവഗതം എന്ന് ആരുടെയും പേരല്ല കേട്ടോ. അപഗതം എന്ന് ചോദിക്കുന്നതേ മനസ്സിലായോ എന്നുള്ളതാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ ആരോ അഭിപ്രായപ്പെട്ടു, നല്ല പേരിട്ടോ അവഗതം. എന്ത് ചെയ്യും? അവഗതാർത്ഥ വേദാന്ത ഇത് അവ്യവഹിത വിഷയാഭാവാത് ന ആരംഭ ഇതി പ്രാപ്തേ. പൂർവപക്ഷിയുടെ അഭിപ്രായമാണ്. വ്യവഹിതം എന്ന് പറഞ്ഞാൽ ദൂരത്തിരിക്കുകയാണ്. അപ്പൊ അവ്യവഹിതം എന്ന് പറഞ്ഞാലോ അടുത്തെന്ന് പറഞ്ഞാൽ സാക്ഷാത് നടത്തും. നേരിട്ട് ഈ വേദാന്തങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് വിഷയങ്ങളില്ല. കാരണം ഈ വേദാന്ത വിഷയങ്ങള് വിധിവാക്യങ്ങളായിട്ട് ഏകത്വം പ്രാപിച്ചുകൊണ്ട് വിധിവാക്യത്തിൽ ഏതാണ് വിഷയം അതിനെ സാധൂകരിക്കാൻ ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ട് വേദാന്തങ്ങൾക്ക് പ്രത്യേകിച്ച് നേരിട്ടൊരു വിഷയവും ഇല്ല. ആയതിനാൽ ന ആരംഭ വേദാന്ത വിഷയ ചിന്തനമായിരിക്കുന്ന ബ്രഹ്മസൂത്രത്തിന്റെ ആരംഭം ആവശ്യമില്ല. ഇത് പ്രാപ്തേ ബ്രൂതേ എന്ന് പൂർവപക്ഷി മതം സമ്പന്നമാകെ സിദ്ധാന്തീനി സംസാരിക്കുകയാണ്, പറയുന്നു. ബ്രൂതേ ബ്രൂതേ ബ്രുവാദേ ബ്രുവതേ. ഭാഷ്യം കണ്ടോ? വേദാന്ത മീമാംസ ശാസ്ത്രസ്യ വ്യാജിക്യാസിതസ്യ ഇതം ആദിമം സൂത്രം. വ്യാജിക്യാസിതസ്യ എന്ന് പറഞ്ഞ വ്യാഖ്യാതമിഷ്ടസ്യ പ്രകഥനെ വ്യാജിക്യാസിതസ്യ വ്യാഖ്യാതും ഇഷ്ടസ്യ അസ്മാഭിഹി വ്യാഖ്യാതും ഇഷ്ടസ്യ കസ്യ ശാസ്ത്രസ്യ. ഞങ്ങളാൽ വ്യാഖ്യാനം ഞങ്ങൾ എന്നുള്ളതേ ഞാൻ എന്നുള്ള സ്ഥലത്ത് ബഹുവചനം ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഗുരു, ദേവത, വ്യക്തി ഈ സ്ഥലത്തൊക്കെ ബഹുവചന പ്രയോഗം വേണം. അതുകൊണ്ട് വേദാന്ത മീമാംസ ശാസ്ത്രമാണ് ഇവിടെ വ്യാഖ്യാനം ചെയ്യപ്പെടാൻ ഇഷ്ടം. ആർക്ക്? ഭാഷ്യകാരന്. ശരിക്കേ, അല്ലെങ്കിൽ സൂത്രകാരൻ എന്നാലും ചെയ്യാം. വേദാന്ത മീമാംസ ശാസ്ത്രത്തെ വ്യാജിക്കാസിതസ്യ അപ്പൊ സൂത്രമാണ്. ഇതം ആദിമം സൂത്രം എന്നല്ലേ വ്യാഖ്യാനം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നേ, അല്ലെങ്കിൽ എനിക്ക് എന്നാൽ വ്യാഖ്യാനം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നേ ഈ വേദാന്ത ശാസ്ത്രത്തിന്റെ എന്ന് പറയുമ്പോൾ സൂത്രമാണ് വേദാന്ത ശാസ്ത്രം. അതിന്റെ ആദിമ സൂത്രമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. 555 സൂത്രങ്ങളിൽ നല്ല സംഖ്യയിൽ വെച്ചിട്ടുണ്ട് അല്ലേ, 555. ഇതിലെ ഒന്നാമത്തെ സൂത്രമാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞ എല്ലാവരും അഥാതോ ബ്രഹ്മജിജ്ഞാസ. അഥ അനന്തരം അതോ. നമ്മൾ താത്ത ദ ന എന്ന് പഠിച്ചതിന്റെ തകരാറുണ്ട്.
നമുക്ക് തായത ധായത ധായത എന്ന് തിരിച്ചറിയത്തില്ല. നമ്മൾ മൂന്നെണ്ണത്തിലും ചേർത്തിട്ട് ഒരു മൃദു ശബ്ദം, ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം, ഇങ്ങനെയാണ് ശബ്ദങ്ങൾ വരിക. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉച്ചരിച്ച് തയ്യാറാവുക. ക, ഖ, ഗ, ഘ, ങ. അതിപ്പോ നമ്മൾ വേറെ ഭാഷ അറിയുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ ഹിന്ദി അറിയുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഖാന, ഖാന, പക്ഷെ അവരത്രയും സ്ട്രെസ് അടിക്കുന്നൊന്നുമില്ല. ശരിക്കും ഖ, മുഖം, നഖം എന്നുള്ളതൊക്കെയാണ് വരിക. ഖാന. ഇനി ടീക്ക നോക്ക്. വേദാന്ത വിഷയക പൂജിത വിചാരാത്മക ശാസ്ത്രസ്യ വ്യാഖ്യാതും ഇഷ്ടസ്യ സൂത്ര സന്ദർഭസ്യ ഇതം പ്രഥമം സൂത്രമിത്യർത്ഥഃ. ഭാഷ്യത്തിലെ ഇത്രയും വ്യാഖ്യാനം പറയാണ്. വേദാന്തത്തെ വിഷയീകരിക്കുന്നതായതുകൊണ്ട് വേദാന്ത വിഷയക. വേദാന്ത വിഷയോ യസ്യ സൂത്രസ്യ. സൂത്ര വേദാന്ത വിഷയക. ശാസ്ത്രമാണ്. അപ്പം വേദാന്ത വിഷയക. വേദാന്തോ വിഷയോ യസ്യ ശാസ്ത്രസ്യ തത് ശാസ്ത്രം വേദാന്ത വിഷയകം. വേദാന്ത വിഷയക ശാസ്ത്രം അതെന്താ? പൂജിത വിചാരാത്മക ശാസ്ത്രസ്യ. പൂജിത വിചാരം, വേദാന്തത്തെ വിഷയീകരിക്കുന്ന പൂജിത വിചാരം. പൂജിത വിചാരത്തിന്റെ അർത്ഥം മുന്നോട്ട് കാണാം. പൂജിത വിചാരാത്മകമായിരിക്കുന്ന ശാസ്ത്രം. ഈ ശാസ്ത്രത്തിന്റെ ആദിമം സൂത്രം. മാത്രല്ല വ്യാഖ്യാതും ഇഷ്ടം. വ്യാഖ്യാതും ഇഷ്ടമാണെന്ത്? ശാസ്ത്രം അല്ലെ? വ്യാഖ്യാനം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്ന പൂജിത വിചാരം. ഈ അർത്ഥനിശ്ചായകമായിരിക്കുന്ന വിചാരത്തെയാണ് പൂജിത വിചാരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന വേദാന്തത്തെ വിഷയീകരിക്കുന്ന, വേദാന്തത്തിന്റെ അർത്ഥത്തെ നിശ്ചയിക്കുന്ന വിചാരസ്വരൂപമായിരിക്കുന്ന ശാസ്ത്രം. കാരണം ഈ ശാസ്ത്രം വഴി എന്താ സിദ്ധിക്കുന്നത്? ബ്രഹ്മതത്വം. ശാസ്ത്രം വഴി ആ ബ്രഹ്മതത്വം സിദ്ധിക്കണമെങ്കിൽ, അഥവാ ബ്രഹ്മതത്വ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അതിന്റെ നിരൂപണം ആവശ്യമല്ലേ? ഏതിന്റെ? ശാസ്ത്രത്തിന്റെ. ആ നിരൂപണം തന്നെയാണ് അതിന്റെ പൂജിത വിചാരം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ശാസ്ത്രത്തിന്റെ, വ്യാഖ്യാനം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ശാസ്ത്രത്തിന്റെ സൂത്ര സന്ദർഭസ്യ, സന്ദർഭം എന്ന് പറഞ്ഞ സമുദായം, ഈ സൂത്ര സമുദായങ്ങളുടെ ആദിമ സൂത്രമാണ് ഈ കാണുന്നത്. യദി വിധിരേവ വേദാർത്ഥഃ സ്യാത് തഥാ സർവജ്ഞോ ബാദരായണോ ബ്രഹ്മജിജ്ഞാസാം ന ബ്രൂയാത് ബ്രഹ്മണിമാന ഭവാത്. വിധി മാത്രമാണ് വേദത്തിന്റെ അർത്ഥമായിരുന്നതെങ്കിൽ, മാനിക്കാണ്, വിധിയായിരുന്നു വേദത്തിന്റെ അർത്ഥമെങ്കിൽ വിധേയവസ്തുവിനെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമേ വേദത്തിൽ വരത്തുള്ളൂ. സിദ്ധവസ്തു പ്രതിപാദകമായിട്ട് വേദം ഉണ്ടാവത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ തഥാ സർവജ്ഞോ ബാദരായണോ, അങ്ങനെയാണെങ്കിൽ സർവജ്ഞനായിരിക്കുന്ന ബാദരായണ മഹർഷി ആരാണോ ഈ സൂത്രരചന നടത്തിയത്, അങ്ങേരൊരിക്കലും ബ്രഹ്മജിജ്ഞാസാം ന ബ്രൂയാത്, ബ്രഹ്മജിജ്ഞാസയെ പറയത്തില്ലായിരുന്നു. എന്തുകൊണ്ടാ? മാനാഭാവാത്. അതെന്തുകൊണ്ടാ പ്രമാണമില്ലെന്നുള്ളത്? സിദ്ധവസ്തുവിന്റെ കാര്യത്തിൽ വേദം പ്രമാണമല്ലാതെ പോകും. എന്താ അങ്ങനെ പറയുന്നത്? വിധി മാത്രമാണ് വേദം പ്രതിപാദിക്കത്തുള്ളൂ. അതോ ബ്രഹ്മണോ ജിജ്ഞാസത്വ ഉക്തിയ. പക്ഷെ ഇവിടെ ഇപ്പോൾ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന സൂത്രത്തിലൂടെ ബ്രഹ്മ ജിജ്ഞാസ്യ വസ്തുവാണെന്ന് ബാദരായണ മഹർഷി തന്നെ പറയുന്നുണ്ട്. ആയതിനാൽ കേനാപി തന്ത്രേണ അനവഗത ബ്രഹ്മപര വേദാന്ത വിചാര ആരംഭണേതി സൂത്രകൃത് ദർശയതി. അതുകൊണ്ട് എന്ത് പറ്റി? കേനാപി തന്ത്രേണ, തന്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രം, ശാസ്ത്രേണ അനവഗത, മറ്റൊരു ശാസ്ത്രത്താലും അപഗതമല്ലാത്ത, ജ്ഞാതമല്ലാത്ത ബ്രഹ്മവസ്തുവിനെ, മനസ്സിലായോ? അതായത് നിത്യസിദ്ധ ബുദ്ധിമുക്തനെ അറിയാൻ എനിക്ക് പ്രത്യേകിച്ച് എന്റെ നാട്ടിലൊരു ഗുരു ഇല്ലായിരുന്നു. മയിൽക്കുറ്റിയിലെ ഗുരുക്കന്മാര്, ഇവരെ കൊണ്ട് നടക്കുന്ന പരിപാടി അല്ലായിരുന്നു ഈ സാധനം. ശാസ്ത്രത്തെ അറിയാമെങ്കിൽ മാത്രം. തസ്മാ ശാസ്ത്രം പ്രമാണം എന്ന ഗീതാകാരൻ പറയുന്നത്. അതേപോലെ തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛ എന്നുള്ള സ്ഥലത്ത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് വിശേഷണം പറഞ്ഞിട്ടുണ്ട്. ശ്രോത്രിയൻ ആരാ? ശ്രോത്രിയ ചന്തോദീതേ എന്ന് പറഞ്ഞാല് ഈ പ്രസ്ഥാനത്രയങ്ങൾ മുമ്പേ തന്നെ പഠിച്ചു വന്നവൻ മാത്രമാണ് ഇവിടുത്തെ ഗുരു. അത് നിങ്ങൾക്ക് കാണുന്നതേ ഗീതയിൽ ഗീതാകാരൻ പഠിക്കാതെയാണോ പറയാൻ തുടങ്ങിയത്? അല്ല അങ്ങേർക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നോ? മനസ്സിലായോ? ഇതിന്റെ പുറകോട്ട് പോയി നോക്ക്. ശ്രീകൃഷ്ണൻ പരമാത്മാ നാട് നന്നാക്കാൻ ശരീരം എടുത്ത് വന്നിട്ട് പോലും അങ്ങേരും ഗുരുവിനെ തേടി പോയിട്ട് അവിടുന്ന് പഠിച്ചെടുത്തിട്ടാണ് പിന്നെ പറയാൻ തുടങ്ങുന്നത്. അപ്പൊ എന്ത് വേണം? ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇത് പണ്ടേ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗുരു എന്നുള്ളത് മുമ്പേ തന്നെ ഗുരുവിൽ നിന്ന് അധ്യയനം ചെയ്തവനായിരിക്കണം എന്നാ. ഇന്ന് കാണുന്ന സോക്കോൾഡ് ഗുരുക്കന്മാരില് വേദാന്തം പൂർവാധ്യായം നടത്തി ആരാണുള്ളത്? അറിഞ്ഞം കണ്ടോ?
അവർക്ക് സ്വന്തം വഴിപെട്ടാൻ ആരാ പെർമിഷൻ കൊടുത്തത്? അങ്ങനെ ഒരു പെർമിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഗീതാകാരൻ അധ്യയനം നടത്താൻ പോവായിരുന്നോ? മനസ്സിലായോ? അതിന്റെ പരമ്പര കാത്തു സൂക്ഷിക്കുകയാണ്. ഇങ്ങനെ പാടുള്ളൂ എന്നാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് ആണ് നമ്മൾ സോക്കോൾഡ് ഗുരുക്കന്മാരെന്ന് പ്രത്യേകിച്ച് ചാത്തനെ വിട്ട് വിളിച്ചു വരുത്തിയിട്ട് പറയുന്നത് ഇവരല്ല ശരി എന്നുള്ളത്. ഓക്കെ, ഇപ്പം പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ സൊസൈറ്റിയിൽ ഒന്നും അറിയാത്തവന്മാരാണ് ഇപ്പോൾ ഗുരുക്കന്മാർ. ഇതിന്റെ പരമ്പരയിൽ വന്നാൽ ബ്രഹ്മജ്ഞാനിയായിരിക്കണം. അത് ബ്രഹ്മജ്ഞാനി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അല്ല അതൊക്കെ പറ്റും. എങ്ങനെ? ഒരു ഗുരു കുറച്ചു നേരത്തേക്ക് ശക്തി തരും, അത് കേട്ടാ പിന്നെ ആ ഗുരുവിന്റെ അടുത്തേക്ക് പോകാതിരിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ഓക്കെ, കേനാപി തന്ത്രേണ അനവഗത ബ്രഹ്മപര, മറ്റൊരു ശാസ്ത്രത്താലും നിശ്ചിതമാവാത്ത യാതൊരു നിത്യശുദ്ധനായിരിക്കുന്ന ബ്രഹ്മമുണ്ടോ? തത്പര വേദാന്ത വിചാര, ആ ബ്രഹ്മവസ്തുവിനെ ബോധിപ്പിക്കുന്ന തത്പരം, പരന്നൊറ താത്പര്യം, ആ വസ്തുവിൽ താത്പര്യമുള്ള വേദാന്ത വാക്യങ്ങളുടെ വിചാര ആരംഭണീയ ഇതി, വിചാരം ആരംഭം ചെയ്യണം. ഇതി തസ്മാത് കാരണം, അതുകൊണ്ട് ഇതി വേണ്ട, അതുകൊണ്ടൊന്നും വേണ്ട, ആരംഭണീയ ഇതി ആരംഭിക്കണമെന്ന് സൂത്രകൃദർശയതി, സൂത്രകാരൻ തന്നെ കാണിക്കുന്നുണ്ട്. ഏതിലൂടെ? സൂത്രത്തിലൂടെ തന്നെ. തച്ച വ്യാജിക്യാസിതസ്യ ഇതി പദേന ഭാഷ്യകാരോ ഭാഷസേ, സോറി ഭാഷേ ലിട്ടാണ് സംസാരിച്ചു. ഭാഷ്യകാരനും ഈ ഒരു കാര്യം സംസാരിച്ചു. എങ്ങനെ? കഴിഞ്ഞ പേജ് നോക്ക്, വ്യാജിക്യാസിതസ്യ എന്ന് പറഞ്ഞു. ഈ പദത്തിലൂടെ തച്ച എന്ന് പറഞ്ഞാല് ആരംഭം ചെയ്യണം എന്നുള്ള കാര്യം വ്യാജിക്യാസിതസ്യ, വ്യാഖ്യാനം ചെയ്യപ്പെടേണ്ട എന്ന പദത്തിലൂടെ ഭാഷ്യകാരൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ ബ്രഹ്മസൂത്രത്തിലൂടെ പറയാൻ പോകുന്ന വസ്തുക്കൾ മറ്റൊരു ശാസ്ത്രത്തിൽ നിരൂപണം ചെയ്യപ്പെട്ടിട്ടില്ല. അല്ല, നിങ്ങളുടെ ഉപനിഷത്തുകളിലോ? ഉപനിഷത്തുകളിൽ നിരൂപണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഉപനിഷത്ത് മാത്രമായിട്ട് മാറി നിൽക്കത്തില്ല. പ്രസ്ഥാനം, പ്രസ്തീയത അനേനതി പ്രസ്ഥാനം, ഒരു ബ്രഹ്മവസ്തു പ്രാപ്തിക്കുള്ള മാർഗമാണത്. ഇത് മൂന്നും ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ശ്രുതിപ്രസ്ഥാനം, സ്മൃതിപ്രസ്ഥാനം, ന്യായപ്രസ്ഥാനം. ഈ ന്യായപ്രസ്ഥാനവും കൂടെ വന്നെങ്കിൽ മാത്രമേ വിചാരം സമ്പന്നാവത്തുള്ളൂ. വിചാര സ്ഥലമാണിത്, വിചാരത്തിന്റെ അവസാന ഭൂമിയാണിത്. ഓക്കെ, അതായത് ശ്രവണം കഴിഞ്ഞ് മരണസ്ഥലമാണ്. യുക്തി വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ് ഈ ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രമില്ലാതെ വേദാന്ത വിചാര സമ്പന്നാവത്തില്ല. ഇങ്ങനെ ശ്രവണത്താലും മരണത്താലും സമ്പന്നമായിട്ട് വരുന്ന അർത്ഥമുണ്ടല്ലോ. ശ്രവണ മരണങ്ങളിലൂടെ ഉപനിഷത്ത്, ഗീത ശ്രവണസ്ഥലവും ഈ ബ്രഹ്മസൂത്രം മരണസ്ഥലമായി മാറും. ശ്രവണമുണ്ട് ഇവിടെ, പക്ഷെ യുക്തിപ്രധാനമായതുകൊണ്ട് മരണസ്ഥലമാണ്. ഇതിൽ നിന്ന്, രണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് പുതിയൊരു ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. ഈ ജ്ഞാനത്തിന്റെ നിത്യപ്രവാഹമാണ് നിധിധ്യാസന സ്ഥലം. അപ്പോൾ പ്രസ്ഥാനത്രയം കഴിഞ്ഞവന്റെ ധ്യാനമാണ് നിധ്യാസനം. വിധിവത്, ഗുരുവിൽ നിന്ന് ഇത് മൊത്തം കേട്ടെടുത്ത് പഠിച്ചെടുത്ത ശേഷം, ഇതിപ്പം ബ്രഹ്മസൂത്രം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ന്യായശാസ്ത്ര ആവശ്യമായിരുന്നു. കണ്ടതാണല്ലോ മുമ്പ് എത്രയോ അനുമാന പ്രയോഗം നടത്തിയത്. അതുകൊണ്ട് മറ്റ് 5 ശാസ്ത്രങ്ങളുടെ സഹായത്താൽ വേദാന്ത ശാസ്ത്രവും അതേപോലെ ഉപനിഷത്തും ഗീതയും ആരാണ് അധ്യയനം ചെയ്തിരിക്കുന്നത്, അവന്റെ ധ്യാനമാണെന്ത്? നിധിധ്യാസനം. ഇതൊന്നും അറിയാതെ നിധിധ്യാസനം എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇതൊരു കണ്ണടച്ചിരിക്കും. അപ്പോൾ ധ്യാനത്തിന്റെയും നിധിധ്യാസനത്തിന്റെയും ഭേദം എന്താ? ശ്രവണ മരണം കഴിഞ്ഞവന്റെ ധ്യാനമാണ് നിധിധ്യാസനം. അപ്പൊ ശ്രവണ മരണം എങ്ങനെ കഴിയത്തുള്ളൂ? പ്രസ്ഥാനത്രയം തീർന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതിൽ നിന്ന് അവൻ നേടിയെടുക്കുന്ന ഒരു വസ്തുവിഷയക ജ്ഞാനമുണ്ട്. അതിൽ നിലനിൽക്കലാണ് നിധിധ്യാസനം. മറ്റുള്ളതെല്ലാം ധ്യാനം പ്രമാണമല്ല. പക്ഷെ നിധിധ്യാസനം ശ്രവണത്തിന്റെയും മനനത്തിന്റെയും അനുവൃത്തി ആയതുകൊണ്ട് അവിടെ ശ്രവണ മനനത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ജ്ഞാനത്തിന്റെ അപരോക്ഷത സംഭവിക്കാം. അല്ലെങ്കിൽ നിധിധ്യാസനവും ശ്രവണവും മനനവും നിരന്തരം നടത്തുന്നവന് ആവർത്തന അസകൃത ഉപദേശാത് എന്നുള്ള ന്യായാനുസാരം നിരന്തരമായിട്ട് മനന നിധിധ്യാസനാത്മകമായിരിക്കും വിചാരം നടത്തുന്നവന് ശ്രവണകാലത്തും നിരന്തരം നടക്കുകയല്ലേ, ശ്രവണകാലത്തും അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവാം, മനനകാലത്തും ഉണ്ടാവാം, നിധിധ്യാസന കാലത്തോ ഉണ്ടാവാം. ഇനി നിങ്ങൾക്ക് ഇത് ഈ ദ്വിതീയ വർണ്ണകം, ഇവിടെ നമ്മൾ ദ്വിതീയ വർണ്ണകം അവസാനിച്ച്, അതായത് നിങ്ങളുടെ പഞ്ചവാദിക ഭൂവ വർണ്ണകത്തിനനുസരിച്ചാണ് അവിടെയുള്ള വർണ്ണകാവസാനമാണ് ഈ കാണിച്ചത്. അപ്പോൾ സൂത്രത്തിൽ എന്താണ്? അഥ എന്നുള്ളതിന് നിങ്ങൾക്ക് ടീക്കയിൽ 5-ാം പങ്ക്തി കാണാം. മംഗള അനന്തര ആരംഭ പ്രശ്ന കാർസ്നേഷു അഥോ അഥഃ. അതേപോലെ നിങ്ങളുടെ ലഘുസിദ്ധാന്ത കൗമുദിയുടെ താഴെ കാണാം മംഗള അനന്തര ആരംഭ പ്രശ്ന കാർഷ്ണ്യ
പ്രതിജ്ഞാ സമുച്ചയേഷു എന്ന അർത്ഥം എടുക്കുന്നുണ്ട്. ഓക്കെ, എന്ന് പറയാൻ അധശബ്ദത്തിനാട്ടോ, അഥ അധശബ്ദത്തിന് ഇത്രയും അർത്ഥം വരാം. മംഗളാർത്ഥം വരാം, ആനന്തരാർത്ഥം വരാം, ആരംഭാർത്ഥം വരാം, പ്രശ്നാർത്ഥം വരാം, കാർഷ്ണ്യാർത്ഥം വരാം, സമുച്ചയാർത്ഥം വരാം. ഓക്കെ, പ്രതിജ്ഞാർത്ഥത്തിലോ വരാം. ഇങ്ങനെ പല അർത്ഥത്തിലും അധശബ്ദം വരാറുണ്ട്. നിങ്ങളുടെ യോഗസൂത്രത്തിൽ ആദ്യ സൂത്രം എന്താ? അഥ യോഗാനുശാസനം. അധയോഗാനുശാസനം. രണ്ടാമത്തെ സൂത്രമാണ് യോഗചിത്തവൃത്തി നിരോധ എന്നുള്ളത്. അതിന് മുന്നത്തെ വരുന്നുണ്ട് അഥ യോഗാനുശാസനം. യോഗാനുശാസനം അഥ എന്ന് പറഞ്ഞാല് ആരംഭിക്കുന്നു എന്നാണ്, ആരംഭാർത്ഥകമാണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ മറ്റൊരു ക്വാളിറ്റി ആവശ്യപ്പെടുന്നില്ല. ഇത് പഠിക്കണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നില്ല. ആർക്കും കയറി പഠിക്കാം. കാരണം അവിടെയാണ് ഈ ബ്രഹ്മസൂത്രത്തിലേക്ക് പഠിക്കാൻ വേണ്ടുന്നവനുള്ള യോഗ്യത അവിടെ പറഞ്ഞു കഴിയും. കാരണം സാധന ചതുഷ്ടയ സമ്പന്നനാണ് വേദാന്ത അധ്യയനത്തിനുള്ള യോഗ്യൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അധികാരി വിഷയം സംബന്ധ പ്രയോജനം. ഇതൊക്കെ ആദ്യം അങ്ങ് പറയണം. വിനാനുബന്ധം ഗ്രന്ഥാതും മംഗളം നൈവ സസ്യതി. ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ അധികാരി വിഷയ സംബന്ധ പ്രയോജനമായിരിക്കുന്ന അനുബന്ധത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഗ്രന്ഥം മംഗളത്തെ പ്രാപിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് സാമാന്യമായിട്ട് നമ്മൾ പറഞ്ഞു തീർക്കും. അതുപോലെ ഇവിടെയും അഥാ ശബ്ദത്തിനർത്ഥം ആനന്തര്യം എന്നുള്ളതാണ്, അല്ലാതെ ആരംഭാർത്ഥകമല്ല. ഏതിനനന്തരം? സാധന ചതുഷ്ടയ സമ്പത്യനന്തരം. സാധന ചതുഷ്ടയങ്ങൾ ഏതൊക്കെയാ? വിവേകം, വൈരാഗ്യം, ശമാധിഷ്ഠിത സമ്പത്തി, മുമുക്ഷുത്വം. ഇവിടെയും ശ്രദ്ധിക്കണം, വിവേകത്തിന് ശേഷമുള്ള വൈരാഗ്യത്തെ നമ്മൾ ഗ്രഹിക്കത്തുള്ളൂ. അല്ലാതെ കാട്ടായം വൈരാഗ്യം ഒന്നും ഇവിടെ ആവശ്യമൊന്നുമില്ല. വിവേകമുള്ളവന്റെ വൈരാഗ്യമേ ആവശ്യമുള്ളൂ. ആദ്യം അധ്യയനം നടത്തുക, എന്നിട്ട് വൈരാഗ്യം കാണിക്കുക. അല്ലാതെ കിട്ടിയമുണ്ട് നാലായി മുറിച്ച് മുട്ടിന്റെ പൊക്കത്തെടുത്ത് തീന് കളിച്ച് നടക്കരുതെന്ന് അർത്ഥം. പിന്നെന്താ? അഥ അനന്തരം. അനന്തരം എന്ന് പറഞ്ഞാൽ സാധന ചതുഷ്ട സമ്പത്തി അനന്തരം. അതോ ഹേതുത്വാദെന്ന് മനസ്സിലാക്കിയുള്ള ഹേതുവായതിനാൽ. ഏത്? അതായത് പൂർവമീമാംസയിലൂടെ പറയപ്പെട്ടിരിക്കുന്ന ഫലങ്ങളെല്ലാം തന്നെ അനിത്യ ഫലങ്ങളായതിനാലും വേദാന്ത പ്രതിപാദ്യമായിരിക്കുന്ന ഫലം നിത്യഫലമായതുകൊണ്ടും ജ്ഞാനത്താലുള്ള തരതി ശോകമാത്മവിത്ത് വിദ്വാൻ നാമരൂപാധി വിമുക്ത ഇത്യാദി ശ്രുതികളിലൂടെ ജ്ഞാനത്തിൽ നിന്ന് കൈവല്യമായിരിക്കുന്ന നിത്യഫലം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ബ്രഹ്മജിജ്ഞാസ കർത്തവ്യപദ അധ്യാഹാരം നടത്തുക. അപ്പൊ ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ എന്നർത്ഥം കിട്ടും. ഇവിടെ ബ്രഹ്മജിജ്ഞാസ എന്നുള്ളത് ബ്രഹ്മവിഷയക ജിജ്ഞാസയാണ്. ജിജ്ഞാസ എന്ന് പറയുന്ന അർത്ഥം ജ്ഞാതും ഇച്ഛാ ജിജ്ഞാസ. ഈ ജിജ്ഞാസ പദത്തെ തന്നെ വ്യുത്പന്നമാവുന്നത് ജ്ഞാധാതുവിൽ നിന്ന് ഇച്ഛാർത്ഥകമായിരിക്കുന്ന സൻ പ്രത്യയം വന്നതാണ്. ധാതു കർമ്മണ സമാന കർത്തകാദിത്യായാം വാ എന്ന സൂത്രത്തിലൂടെ സൻ വിധിക്കും. അങ്ങനെ അതായത് ഇച്ഛാർത്ഥത്തിൽ വന്നിരിക്കുന്ന സന്നാണ്. അപ്പം എന്തൊക്കെ അർത്ഥം കിട്ടി? ബ്രഹ്മവിഷയക ജ്ഞാതും ഇച്ഛ അല്ലേ? അപ്പോൾ ജ്ഞാധാതുവിന് എന്താണ് അർത്ഥം? സൻ ഇച്ഛാർത്ഥത്തിൽ വന്നിരിക്കുന്ന സൻ പ്രത്യയത്തിനാണ് എന്താ അർത്ഥം എന്നുള്ളത് വിശദീകരിക്കുമ്പോൾ മുന്നോട്ട് കാണാം. ബ്രഹ്മവിഷയക ജ്ഞാനം, ജ്ഞാനത്തിലുള്ള ഇച്ഛ അല്ലെ? അപ്പോൾ ഇവിടെ ജ്ഞാധാതുവിന് അർത്ഥം ചെയ്യും അപരോക്ഷ ജ്ഞാനം. അതെങ്ങനെ? ജ്ഞാധാതുവിന്റെ അർത്ഥം എന്താണ്? ജ്ഞാനം തന്നെയല്ലേ? അവിടെ അജഹൽ ലക്ഷണ വഴി വിചാരസാധ്യമായിരിക്കുന്ന അപരോക്ഷ ജ്ഞാനമാണ് ജ്ഞാധാതുവിന്റെ അർത്ഥം. പിന്നെ അവശേഷിച്ചതാരാ? സൻപ്രത്യയമാണ്. ഇച്ഛാർത്ഥത്തിൽ വന്നിരിക്കുന്ന സൻപ്രത്യം. അപ്പോൾ ഇച്ഛാർത്ഥത്തിലാണല്ലോ വന്നത്. ആ ഇച്ഛയ്ക്ക് എന്തർത്ഥം ചെയ്യണം? ഇച്ഛാസാധ്യമായിരിക്കുന്ന വിചാരത്തെ ജഹൽ ലക്ഷണ വഴി ചിന്തിക്കുക. കാരണം ഇച്ഛയല്ല വിചാരം, ഇച്ഛാസാധ്യമാണ് വിചാരം. ബ്രഹ്മപ്രാപ്തിക്കുള്ള ഇച്ഛ കൊണ്ട് നമ്മൾ വിചാരം നടത്തുകയാണ്. അപ്പോൾ ഇച്ഛാസാധ്യമായിരിക്കുന്ന വിചാരത്തിൽ ലക്ഷണ ചെയ്യണം. ഏതിന്റെ? സൻപ്രത്യയത്തിന്റെ. ഇച്ഛാർത്ഥത്തിൽ വന്ന് സൻപ്രത്യയത്തിന്റെ ലക്ഷണ എവിടെ ചെയ്യും? വിചാരത്തിൽ ചെയ്യും. അപ്പോൾ ഇച്ഛ വിചാരവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് സംബന്ധം എങ്ങനെയുള്ളൂ? സാധ്യസാധക ഭാവമേ ഉള്ളൂ. അതുകൊണ്ട് ജഹൽ ലക്ഷണ വഴി ഇച്ഛാസാധ്യമായിരിക്കുന്ന വിചാരത്തിൽ സൻപ്രത്യയത്തിന്റെ അർത്ഥനിശ്ചയം നടത്തും. അപ്പൊ എന്താ അർത്ഥം കിട്ടി? ബ്രഹ്മ അപരോക്ഷജ്ഞാനായ വിചാര, പിന്നെ കർത്തവ്യ പദാധ്യാഹരിക്ക് കർത്തവ്യ. ബ്രഹ്മ അപരോക്ഷജ്ഞാനത്തിനായിട്ട് വിചാരം ചെയ്യണം. അതിന് കാരണം എന്താ? അതഹ. അതഹ എന്ന് പറഞ്ഞാല് കർമ്മകാണ്ഡത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾക്ക് അനിത്യത്വവും വേദാന്തവാക്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനത്തിന് നിത്യഫലവും പറഞ്ഞതിനാൽ എന്ത് ചെയ്യണം? അഥ. അഥ എന്ന് പറഞ്ഞാല്
സാധനശ്രേഷ്ഠ സമ്പത്തി അനന്തരം ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ. ഇത്രയാണ് ഇതിന്റെ മൊത്തം അർത്ഥം. ഇനി നിങ്ങൾ ടീക്കയിലേക്ക് വാ. ഏവം വർണ്ണകദ്വയേന വേദാന്ത വിചാരസ്യ കർത്തവ്യതായാം വിഷയപ്രയോജനവത്വം അഗതാർത്ഥത്വം ചേതി ഹേതുദ്വയം സൂത്രസ്യ ആർത്തികാർത്ഥം വ്യാഖ്യായ അക്ഷരവ്യാഖ്യാം ആരഭമാണഃ പുനരപി അധികാരി ഭാവാഭാവാഭ്യാം ശാസ്ത്രാരംഭ സന്ദേഹേ സതി അധശബ്ദസ്യ ആനന്ദരാർത്ഥത്വത്യാ അധികാരിണം സാധയതി. ഏവം ഇപ്രകാരം വർണ്ണകദ്വയേന, രണ്ട് വർണ്ണകം കഴിഞ്ഞു അല്ലെ ഇതുവരെയായിട്ട്. രണ്ടാം വർണ്ണകം ഇന്ന് തീർത്തു, ചെറിയൊരു ഭാഗമേ ഉള്ളൂ. വേദാന്ത വിചാരസ്യ കർത്തവ്യതായാം വിഷയപ്രയോജനവത്വം അഗതാർത്ഥത്വം ചേതി ഹേതുദ്വയം സൂത്രസ്യ ആർത്തികാർത്ഥം വ്യാഖ്യായ. സൂത്രത്തിന്റെ ആർത്തികാർത്ഥമാണ് ഈ ഹേതുദ്വയം. ഈ ഹേതുദ്വയമാണ് വേദാന്ത വിചാരത്തിന്റെ കർത്തവ്യതയെ പറയുന്നത്. വർണ്ണകദ്വയേന സിദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഏവ വർണ്ണകദ്വയേന, രണ്ട് വർണ്ണകങ്ങളിലൂടെ വേദാന്ത വിചാരസ്യ കർത്തവ്യതായാം വേദാന്ത വിചാരം ചെയ്യേണ്ടതാണ് എന്നുള്ളതിൽ ഹേതുദ്വയം, രണ്ട് ഹേതുക്കളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് വിഷയപ്രയോജനവും മറ്റൊന്ന് അഗതാർത്ഥത്വമാണ്. അല്ലാതെ മൂന്നായി പോണ്ട. വിഷയപ്രയോജനവത്വം ഒറ്റ ഹേതുവാക്കി എടുക്കുക. ഒന്ന് വിഷയം, രണ്ടാമത്തെ പ്രയോജനം. വിഷയം എന്താ? ഇവിടുത്തെ ഐക്യമാണ് വിഷയം, ഐക്യജ്ഞാനമല്ല. ജ്ഞാനം അതിൽ നിന്ന് സമ്പന്നമാകുന്നതാണ്. വേദാന്തം പ്രതിപാദിക്കുന്നത് ഐക്യത്തെയാണ്. ബ്രഹ്മാത്മ ഐക്യമാണ് വിഷയം. ഈ ഐക്യജ്ഞാനം തന്നെയല്ലേ സാംഖ്യയോഗ ഗ്രന്ഥങ്ങളിലൂടെ കിട്ടുന്നത്. സാംഖ്യ സിദ്ധാന്തത്തിനനുസരിച്ച് ഏത് ജ്ഞാനം വരെ എത്തേണ്ടത്? ഇവരൊക്കെ പഠിച്ചത്, ഇവർക്ക് ഞാൻ പണ്ട് യോഗസൂത്രം എടുത്താണ്. പ്രകൃതി പുരുഷായി, പ്രകൃതി പുരുഷ, പ്രകൃതി പുരുഷ ഐക്യമല്ല, അതാണ് പ്രശ്നം. ഭേദം, നേരെ തലതിരിഞ്ഞ സാധനമാണ്. പ്രകൃതി പുരുഷ ഭേദജ്ഞാനമാണ് അവിടെ. കുലബന്ധം പോലും ഇല്ല സാധനം. മാത്രമല്ല നേരെ തലതിരിഞ്ഞ് കോൺട്രഡിക്ടറി ആണ് ഇവിടെ വരുന്നത്. എന്നിട്ട് പോലും നമ്മളതിനെ സമന്വയിപ്പിച്ച് കളയും. നമ്മുടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, അഞ്ചന്മാരാണ്, സമന്വയത്തിനായിട്ട് ഓടി നടക്കുന്ന ആൾക്കാർ. എന്ത് കിട്ടിയാലും സമന്വയിക്കും. സമന്വയിക്കാൻ പറ്റത്തില്ല. നേരെ വിരുദ്ധങ്ങളായിട്ട് നേരെ വിരുദ്ധ സ്വഭാവത്തോടു കൂടി ഇരിക്കുകയാണത്. എന്താണ്? കർത്തവ്യതായം വേദാന്ത വിചാരത്തിന്റെ കർത്തവ്യതയില് ഹേതുദ്വയം ഏതൊക്കെ? ഒന്ന് വിഷയപ്രയോജനങ്ങളും. പ്രയോജനം എന്താണ് ഇവിടുത്തെ? പ്രയോജനം എന്ന് പറഞ്ഞാൽ ഫലം. ഫലം എന്താ? ശാസ്ത്രത്തിന്റെ പ്രയോജനമാണ് ജ്ഞാനം. ഐക്യമൊന്നല്ല, ജ്ഞാനം വഴിയുള്ള കൈവല്യമാണ് പ്രയോജനം. ഇത് ഹേതുദ്വയം സൂത്രസ്യ ആർത്തികാർത്ഥം, സൂത്രത്തിന്റെ ആർത്തികാർത്ഥമാണ്. ആർത്തികാർത്ഥം എന്ന് പറഞ്ഞാലേ ശബ്ദത്താൽ നേരിട്ട് പറയാതെ സമ്പന്നമാവുന്ന അർത്ഥമാണ് ആർത്തികാർത്ഥം. അതായത് കൈവല്യവും വിഷയവും പ്രയോജനവും ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സൂത്രം ആരംഭിക്കത്തില്ലായിരുന്നു. സൂത്രം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വിഷയവും പ്രയോജനവും ഉണ്ട്, അതേപോലെ അഗതാർത്ഥത്വവും ഉണ്ട് ഇതിനർത്ഥം. ഈ ഒരർത്ഥം മുമ്പ് അറിയപ്പെട്ടിട്ടില്ല എന്ന് ഇത്തർത്ഥം ഇപ്രകാരം വ്യാഖ്യാനം ചെയ്തിട്ട് അക്ഷര വ്യാഖ്യാനം ആരംഭമാണ്. അതായത് സൂത്രത്തിന്റെ ഓരോരോ അക്ഷരത്തെ എടുത്ത് വ്യാഖ്യാനം ചെയ്യാൻ പോവാണ് ഈ ഭാഷ്യകാരൻ. ഇങ്ങനെ ആരംഭം നടത്തുന്ന ഭാഷ്യകാരൻ പുനരപി അധികാരി ഭാവാഭാവാഭ്യാം, അതായത് ഈ ശാസ്ത്രത്തിന് അധികാരി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും സന്ദേഹമുണ്ട്. ഇല്ലെങ്കിലോ ശാസ്ത്രം ആരംഭിക്കണ്ട, ഉണ്ടെങ്കിലോ ശാസ്ത്രം ആരംഭിക്കാം. അതുകൊണ്ട് ശാസ്ത്രാരംഭേ സന്ദേഹസതി, ശാസ്ത്രത്തിന്റെ ആരംഭത്തിന്റെ കാര്യത്തിൽ സന്ദേഹം ഇരിക്കുമ്പോൾ അധശബ്ദസ്യ ആനന്ദര്യാർത്ഥത്വ അധികാരണം സാധയതി. അധശബ്ദത്തിന്റെ അർത്ഥം തന്നെ അനന്തരം എന്നാണ്. അന്നപ്പോൾ ഏതിനനന്തരം എന്ന് നോക്കുമ്പോൾ നമ്മൾക്കിവിടെ അധികാരി കാണാൻ പറ്റും. കാരണം ഏതോ ഒരു അധികാരിക്ക് വേണ്ടിയാണ് ഇവിടെ ബ്രഹ്മവിചാരം തുടങ്ങുന്നത്. ആരായിരിക്കും അധികാരി? സാധന ചതുഷ്ടയ സമ്പന്നൻ. അപ്പോൾ അധ എന്നുള്ളത് അനന്തരം എന്നർത്ഥം. എന്ന് പറഞ്ഞാല് സാധന ചതുഷ്ടയ സമ്പത്തി അനന്തരം അവനെ ഇവിടുത്തെ അധികാരി ആവത്തുള്ളൂ. അതെന്താ? മറ്റുള്ളവർക്ക് പഠിക്കാൻ പാടില്ല? പഠിക്കാൻ പറ്റും, പക്ഷേ ഫലം കിട്ടത്തില്ല, അത്രയേ ഉള്ളൂ. ഫലം വരെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ പറഞ്ഞ സാധനം പോലും തലയിൽ കയറത്തില്ല. ഞങ്ങൾ പണ്ട് 32 നമ്പറിൽ പഠിക്കുന്നത്, അതായത് ഋഷികേശിലെ, ഇപ്പോൾ കൈലാസ് മണ്ഡലേശ്വർ പണ്ട് ഗംഗയുടെ മറുകരയിൽ ഒരു ചെറിയൊരു കുടില ചോദിച്ചത്, അതിന്റെ പേരാണ് 32 നമ്പർ, നമ്പർ 32. അപ്പൊ അവിടെ ഒരു യോഗി വന്നിരിക്കും. അവിടെയൊക്കെ ക്ലാസ്സുകളിലെ 10 ഉപനിഷത്ത് മന്ത്ര ശ്ലോകങ്ങൾ ചൊല്ലിയ ശേഷം മാത്രമാണ് ക്ലാസ് തുടങ്ങുന്നത്. ക്ലാസ് കഴിഞ്ഞാലും പഴയതുപോലെ തന്നെ ചൊല്ലും. ഈ 10 മംഗളശ്ലോകം ചൊല്ലി തീരുമ്പോഴേക്ക് യോഗി ഉറങ്ങാൻ തുടങ്ങും. ക്ലാസ്സായിട്ട് യാതൊരു ബന്ധവും യോഗിക്കുണ്ടായിരുന്നു, സമാധി പോകും. എന്നിട്ട് ക്ലാസ് തീർന്നിട്ട് 10 മന്ത്രം ചൊല്ലുന്നേരം യോഗി സമാധിയിൽ നിന്ന് ഇറങ്ങി വരും.
ഇറങ്ങി പോവുകയും ചെയ്യും. ഓക്കെ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ വേറെ തന്നെ ഉണ്ട്. ടെസ്റ്റ് അടിക്കണ എത്രയേ ഉള്ളൂ. ഇത് ക്ലാസ് കയറി ഇരുന്നിട്ട് ആർക്കാണോ ഉറക്കം വരുന്നത് അവരാണ് ഇതിലെ അനധികാരി. ക്ലാസ്സിൽ ഇരിക്കുന്നത് കൊണ്ടല്ല. മനസ്സിലാവുന്നുണ്ടെങ്കിൽ വേദാന്ത ശാസ്ത്രം ഒഴിവാക്കാൻ പാടില്ല. ഈ വേദാന്ത ശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ വേദാന്ത ശാസ്ത്രം ഒഴിവാക്കിയിട്ട് അയ്യോ ഗുരു എന്ന് പറഞ്ഞ ഒരു കഷ്ണം മന്ത്രത്തിന്റെ പിറകെ പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിയ പോലെ ഓടരുത്. ഇതിനെ പറയും കരൽ ലേഠിന്യായ എന്ന് പറയും. ലഡു കൊടുത്തിരിക്കുകയാണ് കയ്യില്. ആ ലഡു കളഞ്ഞിട്ട് ആ ലഡുവിന്റെ കയ്യിൽ പറ്റിയിരിക്കുന്ന അംശം നക്കിയിട്ട് പറയണ കനാഹെ. ഇങ്ങനെ ആയി പോരുത് എന്ന് പറയും. യോഗ്യത ഉള്ളത് കൊണ്ടാണ് ശാസ്ത്രം മനസ്സിലാവുന്നത്. ഇത് പറയുമ്പോഴേക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അറിയാലോ എത്രയോ കഷ്ടപ്പാടാണ് ഈ സാധനം മനസ്സിലാക്കിയെടുക്കാൻ. കാരണം ലൗകികമായിരിക്കുന്ന കാര്യമല്ല ഇവിടെ വിശദീകരിക്കുന്നത്. ബുദ്ധിയും വിവരത്തിന്റെ കുറവല്ല. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല മെനക്കെടുണ്ട്. നമ്മൾ ശീലിച്ചിട്ടില്ല ഇതിന്റെ ആഖ്യാനവും ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളായിട്ട്. നമ്മുടെ ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും അറിയുന്നത് ഒരു കഷ്ണം മന്ത്രം, സ്വന്തം പേരിൽ മന്ത്രം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ഗുരുക്കന്മാർ. അറിയാലോ, ഓം എന്നൊരു അക്ഷരം ഉണ്ടാവും, നമഹ എന്ന് ബാക്കി ഉണ്ടാവും. ബാക്കിയെല്ലാം സ്വന്തം പേരാണ് പലർക്കും. ഇത് ചൊല്ലാനായിട്ട് പിള്ളേർ പോവുകയും ചെയ്യും. ഇത് കിട്ടിയില്ലെങ്കിൽ പിള്ളേർക്ക് മിഠായി കിട്ടാത്ത തകരാറുമാണ്. എന്ത് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ ഈ ഗുരുക്കന്മാർ ഈ സിസ്റ്റത്തെ എവിടെ കൊണ്ടുവച്ച് കെട്ടി മക്കളെ? എന്ത് ആനന്ദമാണല്ലേ ഇത്രയും നാട്ടുകാരെ പറ്റിച്ചിട്ടും. ഇതൊക്കെ അനുഭവിക്കുന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മളെ തിരിച്ച് കൊത്തും. കർമ്മത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അജ്ഞാനി അല്ലേ ആണ്. പിന്നെയുള്ളത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആ ചെയ്ത്തിനനുസരിച്ച് നമ്മൾക്ക് ഫലം കിട്ടിയേ പറ്റത്തുള്ളൂ. അത് ഗുരുവായിട്ട് ഒക്കത്ത് പോയിട്ട് ഞാൻ ഗുരുവായിട്ട് അഭിനയിച്ചില്ലേ, അതിനെനിക്ക് നിന്റെ അഭിനയം തന്നെ മോശമായിരുന്നടാ എന്ന് പറയും. ടീക്കേ. കാരണം നീ കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ശാസ്ത്രം അറിയുന്നവന്മാര് നിന്നെപ്പറ്റി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നീ മഹാൻ ഡ്രാമയാണ് കളിച്ചു പോയിരുന്നത്. ഇനി നിങ്ങളെ ഇതിന്റെ ശ്ലോകം നോക്കൊന്ന്. ആ അഥാതു ബ്രഹ്മജിജ്ഞാസിക്ക് നേരെ താഴെ ശ്ലോകം കണ്ടോ? ഇതാണ് വൈയാസിക്ക ന്യായമാല എന്ന് പറയുന്നത്. നോക്കിയോ. അവിചാര്യം വിചാര്യം വാ ബ്രഹ്മാധ്യാസ നിരൂപണാത് അസന്ദേഹാഫലത്വാഭ്യാം ന വിചാരം തദർഹതി അധ്യാസോഹം ബുദ്ധിസിദ്ധോ സംഗം ബ്രഹ്മ ശ്രുതിരിതം സന്ദേഹാൻ മുക്തിഭാവാച്ച വിചാര്യം ബ്രഹ്മവേദതഃ. ഇതിൽ ആദ്യം ഒരു പ്രശ്നം ഉന്നയിക്കുകയാണ്. ബ്രഹ്മ അവിചാര്യം വിചാര്യം വാ, ബ്രഹ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യണോ വേണ്ടയോ? സിദ്ധാന്തിയുടെ വിഷം വരുന്നതിന് മുന്നേ പൂർവപക്ഷിയാണ് അഭിപ്രായപ്പെടുക. ഇത് സ്ഥിരം എല്ലാ ശ്ലോകത്തിലും ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ പൂർവപക്ഷി പറയാണ് അധ്യാസാനിരൂപണാത് ഒന്നാമത്തെ ഹേതു, അസന്ദേഹാത് രണ്ടാം ഹേതു, അഫലത്വം മൂന്നാം ഹേതു. അപ്പോൾ അധ്യാസത്തിന്റെ നിരൂപണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാൽ ജഗത് മിഥ്യയാവത്തില്ല, അതുകൊണ്ട് ഐക്യം സിദ്ധിക്കപ്പെടത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷയം ഉണ്ടാവത്തില്ല, അതുകൊണ്ട് തദ്വിഷയക ചിന്ത ആരംഭിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തത് അസന്ദേഹാത്, ബ്രഹ്മത്തെക്കുറിച്ച് സന്ദേഹം ആർക്കുമില്ല. കാരണം ബൃഹ്വൃദ്ധവ് എന്നുള്ള സൂത്രത്തിന്റെ ബ്രഹ്മവൃദ്ധവ് എന്നുള്ള ധാതുവിന്റെ വിത്പത്തി നടത്തി കഴിഞ്ഞാൽ ബ്രഹ്മവസ്തു വ്യാപകമാണെന്നുള്ള ആ അർത്ഥം സിദ്ധിക്കും. ആർക്കാ സംശയമുള്ളത്? ഓക്കെ. ഇനി മൂന്നാമത്തതാണ് അഫലത്വാഭ്യാം. ഇത് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ഫലം എവിടെയാണുള്ളത്? വിധിവാക്യത്തിൽ നിന്ന് മാത്രമേ ഫലം കിട്ടത്തുള്ളൂ. എന്നാൽ വിധിവാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അപാമ സ്വർഗത്തിലെത്താം. സ്വർഗത്തിലെത്തിയാലോ അപാമ സോമം അമൃത അഭൂമ എന്നുള്ള ശ്രുതിക്ക് അനുസരിച്ച് സ്വർഗപ്രാപ്തിയാണ് ആത്യന്തികം. അവിടെ അമൃതത്വം പ്രാപിക്കും എന്നുള്ളതാണ് പൂർവ്വമീമാംസ സിദ്ധാന്തം. ഇത്രയും കാരണം കൊണ്ട് ന വിചാര്യം തദർഹതി, വിചാരം ന തർഹതി, ബ്രഹ്മ വിചാരത്തിന്റെ വിഷയമേ ആവത്തില്ല. ഇവിടം വരെ പൂർവപക്ഷിയുടെ അഭിപ്രായം കഴിഞ്ഞു. ഇനി സിദ്ധാന്തി അഭിപ്രായപ്പെടുകയാണ്. അധ്യാസോ അഹം ബുദ്ധി സിദ്ധോ. ആര് പറഞ്ഞു അധ്യാസം സിദ്ധമല്ലെന്ന്? അഹം എന്നുള്ള ബുദ്ധിക്ക് സിദ്ധമാണ് പോലും അധ്യാസം. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനാരെന്ന് തെരഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം നഷ്ടപ്പെടുക എന്നുള്ളത് മനസ്സിലായോ? ഉവാമ എന്ന് പറഞ്ഞാൽ തെരഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ലെന്ന് പറയാൻ കാരണം അതാണ്. അഹം എന്നുള്ള ബോധം അധ്യാസമാണ്. നീ ആരെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള വസ്തു ഭാസിക്കുന്നത് അത് അധ്യാസ സ്ഥലമാണ്. അധ്യാസത്തെ പൊളിക്കാനാണ് മെനക്കെടുന്നത്. ഗുരുക്കന്മാർ അധ്യാസത്തെ വളർത്താൻ മെനക്കെടുന്നു. ആര്? സോക്കോൾഡ് ഗുരുക്കന്മാർ. അതുകൊണ്ട് പറഞ്ഞത് ഉവാമൈ ഞാനാരെന്നുള്ള ചിന്ത നിങ്ങളെ രക്ഷപ്പെടത്തില്ല. ഞാൻ എന്നുള്ള ബോധം ഏതാ? അധ്യാസ സ്ഥലമാണിത് മക്കളെ. പിടികിട്ടിയോ? അധ്യാസോ അഹം ബുദ്ധി സിദ്ധോ. അഹം എന്നുള്ള ബുദ്ധി, ഞാൻ എന്നുള്ള ബുദ്ധിയാൽ സിദ്ധമാണ് ഈ അധ്യാസം. അതെന്തുകൊണ്ട്? ഞാൻ എന്നുള്ള ബുദ്ധി ശരിയല്ലേ? അല്ലേ? അങ്ങനല്ലേ? നല്ല ഹുവാമൈ ശരിയാവത്തുള്ളൂ. നോക്കിക്കോ, ഹുവാമൈ ശരിയാവണമെങ്കിൽ അഹംബുദ്ധി സിദ്ധം ശരിയായിരിക്കണം. അന്നേരം സിദ്ധാന്തി പറയാണ്
അസംഗം ബ്രഹ്മ ശ്രുതിരിതം. അയ്യോ അറിയില്ലായ്മയാണേ. ഓർക്കണമേ ജ്ഞാനി ഗുരുക്കന്മാരെ, ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് അസംഗമനാണ് ബ്രഹ്മം എന്നാണ്. ബ്രഹ്മം സംഘമില്ലാത്തവനാണ്. അപ്പോൾ എവിടെയാ സംഘം ഉണ്ടായിരുന്നത്? ഞാൻ എന്നുള്ള ബുദ്ധി സംഘമുള്ള സ്ഥലമാണ്. അതാണ് സാക്ഷിഭാനം. ജാഗ്രത കാലത്ത് പ്രമാദാനം ഭാസിച്ചുകൊണ്ട് സാക്ഷി ഭാസിക്കുകയാണ്. സ്വപ്ന സുഷുപ്തി സ്ഥലങ്ങളില് പ്രമാദാനം ഭാസിക്കാതെ സാക്ഷി ഭാസിക്കുന്ന സ്ഥലമാണിത്. ഓക്കെ. അപ്പം ജാഗ്രത കാലത്ത് എടുത്ത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പ്രകടഭാനം എവിടെയാണുള്ളത്? ഇതെന്താണ്? അധ്യാസ സ്ഥലമാണ് ഉണ്ണികളെ. ഇവിടെ നിങ്ങൾ എത്ര കയറി തേച്ച് മെനക്കിയാലും അധ്യാസം മാറത്തില്ല. ഇനി സന്ദേഹമുണ്ട്. അതെന്താന്ന് പറഞ്ഞാല്, ഞാൻ എന്ന് അനുഭവപ്പെടുന്ന വസ്തു എന്താണ്? ജീവാത്മാവും ബൃഹവൃദ്ധവും എന്നുള്ളതിലൂടെ അത് ഏതാത്മാവും എന്നുള്ളത് ജീവനല്ലെങ്കിലും വ്യാപക ആത്മാവിനെ ശുദ്ധിക്കുന്നുള്ളൂ. പക്ഷെ ആ വ്യാപകാത്മാവ് നിത്യശുദ്ധനായിരിക്കുന്ന ജീവനാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് സന്ദേഹം ഉണ്ട്. ആ സന്ദേഹം ഞാൻ ആരെന്ന് ചിന്തിച്ചാൽ മാറത്തില്ല, ഹൂവാമെന്ന് ചിന്തിച്ചാൽ മാറത്തില്ല. പിന്നെ എങ്ങോട്ട് പോകണം? ശാസ്ത്രത്തിന്റെ വിചാരം നടത്തണം. അതുകൊണ്ട് ശാസ്ത്രമേ പ്രമാണമാകത്തുള്ളൂ, വ്യക്തി പ്രമാണമാകത്തില്ല. ഞാൻ പ്രമാണമാണെന്ന് ചാടിക്കളിച്ചിട്ട് കാര്യമില്ല മക്കളെ. ആ ഗുരുവൊക്കെ ഇനി അടുത്ത ജന്മം വന്നിട്ട് ഇത് പഠിക്കണം. അവരിനിയും പിറകിലാന്ന് മനസ്സിലാക്കിയോ? ഈ നമ്മളെ പറ്റിച്ചു പോയ വില്ലന്മാര് ഇതിലും പിറകിലാണ്. അവർക്കിനി നാട്ടുകാരെ പറ്റിച്ചതിന് ശിക്ഷ വേറെ അനുഭവിച്ചിട്ട് വേണം ഇത് പഠിക്കാനായിട്ട് അന്ധകരണ ശുദ്ധി കിട്ടാൻ. രമണാശ്രമത്തിലേക്ക് ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ, പോവാമായി. എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഈ പറയുന്ന രമണൻ ആരാണ്. സന്ദേഹാത് മുക്തിഭാവാച്ച. മുക്തിഭാവം എന്ന് പറഞ്ഞാല് മുക്തിത്വം, മുക്തി സത്വാത്. അതായത് ശ്രുതി പറയുന്നുണ്ട് വിജ്ഞാനത്താൽ കൈവല്യം സംഭവിക്കും. നാരദൻ സനത്കുമാരോട് ചോദിക്കുന്നത് തന്നെയാണ്. സ്വസദൃശേഭ്യ മഹാപുരുഷേഭ്യ ശ്രുതം. നിന്നെ പോലെയുള്ള മഹാത്മാക്കളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? തരതി ശോകം ആത്മവിത്ത്. ആത്മജ്ഞാനി ശോകത്തെ തരണം ചെയ്യുന്നു എന്നുള്ളത്. ശോകതരണമായിരിക്കുന്ന മുക്തി ജ്ഞാനത്തിന്റെ ഫലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മാത്രമല്ല കാരണം പറഞ്ഞിട്ടുണ്ട്. അത് വിജ്ഞാനാർത്ഥം ഗുരുമ അഭിഗച്ചത് വിദ്വാൻ നാമരൂപാത് വിമുക്ത. മാലയെന്ന് പിടിച്ചോ, ഇതിലൂടെ കാര്യം മനസ്സിലാവും. അതുകൊണ്ട് എന്ത് പറ്റി? വേദതഃ ബ്രഹ്മവിചാര്യം. വേദവാക്യത്തെ ഉപയോഗിച്ചിട്ട് ബ്രഹ്മത്തിന്റെ വിചാരം ചെയ്യണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.